നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം വഞ്ചിയൂരിൽ റോഡടച്ച് CPM സമ്മേളനം നടത്തിയതിനെതിരെ പോലീസ് നടപടിയെടുക്കാത്തതിൽ ഹൈക്കോടതിയുടെ കർശന ഇടപെടലുണ്ടായി. തുടർന്ന് CPI ജോയിന്റ് കൗൺസിലർ സെക്രട്ടേറിയറ്റ് മുന്നിൽ വഴിയടച്ച് സമരം ചെയ്തതിലും തിരുവനന്തപുരത്ത് വഞ്ചിയൂരിലുമെല്ലാം കേസെടുത്തു. കോടതി വടിയെടുത്തു നിൽക്കുന്നതിനാൽ സമാന രീതിയിൽ റോഡടച്ച് സ്റ്റേജ് കെട്ടി സമരം ചെയ്യുന്ന മറ്റു സംഘടനകൾക്കെതിരെയും പോലീസ് 2 ദിവസമായി കേസെടുക്കുന്നുണ്ട്. പൊതുവഴി കെട്ടിയടച്ച് സ്റ്റേജ് കെട്ടുകയും അവിടെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുകയും ഒക്കെ ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ സ്വീകരിച്ച കോടതി നടപടി എന്തുകൊണ്ടും അനിവാര്യമാണ്. അതിനെ കൈയടിച്ചു തന്നെയാണ് ജനങ്ങൾ സ്വീകരിച്ചതും. പക്ഷേ അവിടെ മറ്റൊരു ചോദ്യം കൂടി ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട്. കേരളത്തിലെ വിവിധ ആരാധനാലയങ്ങളിലെ ഉത്സവങ്ങളുടെ ഭാഗമായി ആഴ്ചകളോളം പൊതുവഴി കെട്ടിയടച്ച് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നുണ്ട്. വർഷാവർഷം ഇത് ആവർത്തിക്കുന്നുമുണ്ട്. അവിടെ എവിടെയും കോടതിയുടെയോ പോലീസിൻ്റെയോ ഇടപെടൽ കാണാറില്ല. മതവികാരം വ്രണപ്പെടുമെന്ന ന്യായീകരണത്തിലാണ് ഇതിനെല്ലാം ഒത്താശ ചെയ്യുകയാണ് ഭരണകൂടം. കോടതിയും അവിടെ കണ്ണടയ്ക്കുന്നു. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പൊതുവഴി അടച്ചുള്ള സമരം, അത് കേസെടുക്കുന്നതും നടപടിയും രാഷ്ട്രീയ പാർട്ടികൾക്കു നേരെ മാത്രം മതിയോ അതോ നിയമം ലംഘിക്കുന്ന എല്ലാവർക്കും നേരെ വേണ്ടേ എന്നുള്ള ചോദ്യമാണ്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വടകരയിൽ നിന്നും ശ്രീ ബാലകൃഷ്ണനാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ ബാലകൃഷ്ണൻ, കഴിഞ്ഞ ദിവസം CPM-ന്റെ ഏരിയ സമ്മേളനത്തിൻ്റെ ഭാഗമായി വഞ്ചിയൂരിൽ റോഡിൻ്റെ രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചുകൊണ്ടിരുന്ന റോഡാണ്. അതിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും കെട്ടിയടച്ചിട്ടാണ് അവിടെ CPM പരിപാടി നടത്തിയത്. അതിനെതിരെ കോടതി ശക്തമായ രീതിയിലേക്കുള്ള ഇടപെടലുണ്ടായി. പോലീസ് കേസെടുക്കാൻ പറഞ്ഞപ്പോൾ ഏരിയ സെക്രട്ടറിക്കെതിരെയൊക്കെ കേസെടുത്തു. CPIയും സമാനമായ രീതിയിൽ സെക്രട്ടേറിയറ്റ് മുന്നിൽ ഇങ്ങനെ സമരം നടത്തി, അവർക്കെതിരെയും കേസെടുത്തു. ഇന്നിപ്പോൾ രാജ്ഭവന് മുന്നിൽ സമരം നടത്തിയ സംഘടനകൾക്കെതിരെയൊക്കെ അങ്ങനെ കേസ് എന്തായാലും എടുക്കുന്നുണ്ട്. ഇതെല്ലാം നല്ല കാര്യം തന്നെയാണ്. പക്ഷേ കേരളത്തിലെ എല്ലാ മതങ്ങളുടെയും, ഒരു മതവും അതിൽ നിന്ന് വ്യത്യസ്തമല്ല, കേരളത്തിലെ പ്രധാനപ്പെട്ട മതങ്ങളുടെ എല്ലാം ഉത്സവങ്ങളുടെ ഭാഗമായി ഒരു ദിവസം മാത്രമല്ല 7 ദിവസവും 9 ദിവസവും 10ഉം 21 ദിവസവും ഒക്കെ പൊതുവഴി കെട്ടിയടച്ച് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നുണ്ട്. അവർക്കെതിരെ കേസ് എടുക്കേണ്ടേ? നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ജനാധിപത്യ രാജ്യത്ത് എല്ലാവരുടെ പേരിലും കേസെടുക്കണം. പൊതുവായി തടസ്സപ്പെടുത്തുന്ന ഏത് വിശ്വാസത്തിനെതിരെയും കേസെടുക്കണം. അതിന് വികാരമോ ഒന്നും നോക്കേണ്ടതില്ല. കാരണം ഇത് വളരെ പ്രയാസപ്പെട്ട ഒരു സംഗതിയാണ്. കാരണം നമ്മൾ ഒരു ബൈക്ക് പോകുമ്പോൾ, ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ, ഒരു ആംബുലൻസ് പോകുമ്പോൾ അതിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ കണ്ണിന്ന് ചോര വീഴുന്ന സ്ഥിതിയാണ്. അത് രാഷ്ട്രീയമോ മതമോ ജാതിയോ വിവേചനമോ വർണ്ണമോ വികാരമോ ഒന്നും നോക്കാതെ ഒരു കൂട്ടർക്ക് മാത്രം നടപടി എടുക്കാതെ കോടതി സ്വയമേധിയായി എല്ലാവർക്കും എതിരെ വഴിയോരം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. അങ്ങനെ രാഷ്ട്രീയക്കാർക്കെതിരെ മാത്രമല്ല, അതിലൊന്നും നോക്കേണ്ടതില്ല, മതങ്ങൾ ചെയ്താലും അവർക്കെതിരെ നടപടി വേണമെന്ന് തന്നെയാണ്. ശ്രീ പോത്തൻകോട് നിന്നും ഉണ്ണികൃഷ്ണൻ കൂടി ചേരുന്നു. ശ്രീ ഉണ്ണികൃഷ്ണൻ, രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് പൊതുവഴി കെട്ടിയടച്ച് അവിടെ സ്റ്റേജ് കെട്ടി പരിപാടി നടത്തുമ്പോൾ അതിനെതിരെ കോടതി വടിയെടുക്കുകയും പോലീസ് ഇപ്പോൾ കേസെടുക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. നല്ല കാര്യം. പൊതുവെ ആളുകളെല്ലാം അതിനെ സ്വീകരിക്കുകയാണ്, ആരും അതിനെ ന്യായീകരിക്കുന്നില്ല കാര്യമായി. പക്ഷേ സമാനമായ രീതിയിൽ തന്നെയല്ലേ കേരളത്തിലെ അമ്പലങ്ങളിലും പള്ളികളും ഒക്കെ പലരും ചെയ്യുന്നത്, പലയിടത്തും ചെയ്യുന്നത്? അവർക്കെതിരെയും സമാനമായ രീതിയിൽ നടപടി വേണ്ടേ? തീർച്ചയായിട്ടും വേണം. എന്തായാലും പൊതുവേദി ഇന്നെങ്കിലും ഈ വിഷയം എടുത്തല്ലോ. ഇന്നെങ്കിലും ഈ വിഷയം എടുത്തല്ലോ എന്ന് ചോദിക്കാൻ കാരണം ഞങ്ങൾ ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഓരോ വിഷയം എടുക്കുന്നത് ഞങ്ങളെ അഭിപ്രായം കേട്ടിട്ടാണ്. സത്യം സ്വാഭാവികമായി നിങ്ങളുടെയൊക്കെ അഭിപ്രായം വരുമ്പോൾ ഞങ്ങൾ ആ അഭിപ്രായം പരിഗണിക്കാറുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് സാറ് ഞങ്ങൾക്ക് സമയം തരുന്നില്ല. വിശാലമായി തന്നെ പറഞ്ഞോളൂ. മനു പിന്നും തരും. ശരി, വിശാലമായി തന്നെ പറഞ്ഞോളൂ. ഞങ്ങൾ ഹോൾഡ് ചെയ്തിട്ടാണെന്ന് അറിയാമോ? ഞങ്ങൾ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി അതറിയാം. എന്തെങ്കിലും എടുത്തല്ലോ എന്ന് ചോദിച്ചതുകൊണ്ടാണ്. തുറക്കുന്നതിന് മുമ്പ് നിങ്ങൾ കട്ട് ചെയ്യല്ലേ? അങ്ങനെയല്ല, ഒരെണ്ണം തുടങ്ങുമ്പോൾ തന്നെ ഇന്നെങ്കിലും എടുത്തോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇത് എടുക്കാത്ത ഒരാളുകൾ എന്നുള്ള സൂചനയല്ലേ? താങ്കൾ കഴിഞ്ഞ ദിവസം ആ മട്ടിൽ പറഞ്ഞു. താങ്കൾ പറഞ്ഞ വിഷയം തന്നെ എടുക്കുകയും ചെയ്തു. ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. എങ്ങനെയാണ് അറിയാം? 1 മണിക്കൂറാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ നിങ്ങൾ മനുഷ്യരുടെ ചോദിക്കണം. പോത്തയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത് ഈ 1 മണിക്കൂറാക്കാൻ വേണ്ടി. അത് അംഗീകരിക്കുന്നു. വാറക്കാൻ വൈകില്ല. താങ്കൾ പറഞ്ഞോളൂ. അതായത് ഇതാണ് യഥാർത്ഥ ഒരു ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒരുത്തനെയും നമ്മൾ ടാക്സ് അടച്ചാണ് റോഡിൽ കൂടി വണ്ടി ഓടുന്നത്. അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു വ്യക്തിയെയും റോഡിൽ കൊണ്ടുവന്ന് ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കാണിക്കാൻ സമ്മതിക്കാൻ പാടില്ല. അത് രണ്ടാമത്തെ കാര്യം.
പിന്നെ ഉത്സവത്തിന്റെ പിന്നെ വിഷയമായാലും രാഷ്ട്രീയക്കാരുടെ വിഷയമായാലും അതിന്റെ ഇടയിൽ കൂടെ അത്യാവശ്യമായിട്ട് കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് പലയിടത്തും കണ്ടിട്ടുണ്ട്, ഇഷ്ടം പോലെ തവണ. ഒരു കേസ് പോലും ആ വ്യക്തികളുടെ പേരിൽ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല പോലീസിന്. കാര്യം കൂട്ടം കൂടിയുള്ള ആക്രമണമാണോ? ആരും പോലീസ് വരുമ്പോ അവിടെ ആരും കാണില്ല, പിന്നെ എല്ലാവരും മാറി അങ്ങ് പൊക്കളയും. ഇത് അന്ന് നമ്മൾ 3-4 ദിവസം മുമ്പ് കണ്ടൊരു കാഴ്ച. ഈ കേരളം ഭരിക്കുന്ന ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവര് അതിന്റെ പിന്നെ മെയിൻ നേതാക്കന്മാർ വന്നിരുന്ന ഈ റോഡിലെ ഈ തിരക്ക് കണ്ടോണ്ടല്ലേ അവിടെ പ്രസംഗം കാഴ്ചവെച്ചത്. ഇന്നലെ ഞാൻ വന്നപ്പോൾ CPIയുടെ സെക്രട്ടേറിയറ്റിന്റെ ആ ചേർന്ന് ഉള്ള ആ ഒരു പിന്നെ സൈഡ് മൊത്തവും പിന്നെ CPIക്കാർ പിന്നെ സമരം ചെയ്യുന്നു. അതിന്റെ ഫ്രണ്ടിൽ പിന്നെ നോക്കിയപ്പോൾ അവിടെ മുതൽ പട്ടം മുതൽ പാളയം വരെ താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. എന്തായാലും ഈ താങ്കൾ സ്ഥിരമായി പറയുന്നത് പോലെ ഈ പാർട്ടികളുടെ മാത്രമല്ല, കേരളത്തിലെ എല്ലാ പാർട്ടികളും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. കേരളത്തിൽ അതിനപ്പുറം കേരളത്തിലെ ക്ഷേത്രങ്ങളും പള്ളികളും ഒക്കെ ഇത്തരം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പരിപാടികൾ ചെയ്യാറുണ്ട്. മറ്റൊരു പ്രഷറുണ്ട് കാസർഗോഡ് നിന്നും ശ്രീ സന്തോഷാണ്. ശ്രീ സന്തോഷ്, എങ്ങനെയാണ് ഈ കാസർഗോഡൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടികളും അമ്പലങ്ങളും പള്ളികളും ഒക്കെ അവരുടെ ഉത്സവത്തിന്റെ ഭാഗമായി ഇങ്ങനെ പൊതുവഴി കെട്ടിയടച്ച് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കാറില്ലേ? ഒരുപാടുണ്ട് സാർ, ഒരുപാട് ഇതേപോലെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയൊക്കെ നടപടി എടുക്കുന്ന പോലെ തന്നെ ഈ ഉത്സവങ്ങളൊക്കെ നടത്തുന്ന ആരാധനാലയങ്ങൾക്കെതിരെയും അവർ ഈ റോഡിന്റെ വഴി കെട്ടിയടക്കുകയും ഇതൊക്കെ ചെയ്യുമ്പോൾ അവർക്കെതിരെ നടപടി വേണ്ടേ? ആരാണത് കേസ് എടുക്കേണ്ടത്? ഭരിക്കുന്ന സർക്കാരിന്റെ കീഴിലുള്ള പോലീസാണ് എടുക്കേണ്ടത്, അല്ലേ? അപ്പൊ ഇപ്പൊ നമുക്ക് ഈ ചർച്ചയ്ക്ക് ആസ്പദമായിട്ടുള്ള സംഭവം നടന്നത് തിരുവനന്തപുരത്ത് നടന്ന ആ സമ്മേളനത്തിലാണ്. അപ്പൊ അവിടെ VS ജോയി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് തെറ്റുപറ്റി. ഈ തെറ്റുപറ്റിയത് ഇന്നാണോ മനസ്സിലാവുന്നത്? കോടതി പറയുമ്പോഴാണോ മനസ്സിലാവുന്നത്? അവിടെ ഗോവിന്ദ മാഷ് വന്ന് ഉദ്ഘാടനം ചെയ്തില്ലേ? പക്ഷെ എന്തായാലും ഒരാൾ തെറ്റുപറ്റിയെന്ന് പറയുമ്പോൾ അതിനെ അംഗീകരിക്കട്ടെ, നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ഈ തെറ്റുപറ്റി ഈ സംഭവം കഴിഞ്ഞു കഴിഞ്ഞിട്ട് എത്രയോ കാലമായി കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിലെ ഒട്ടുമിക്ക സംഘടനകളും ചെയ്യുന്നതാണ്. അവരെല്ലാവരും ഇങ്ങനെ വഴി കെട്ടിയടക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യും. കോടതി വഴിയെടുത്തപ്പോഴാണല്ലോ ഇപ്പോൾ കേസ് വരുന്നത്. സാറേ, ഞാൻ ഈ CPM-നെ ഈ പാർട്ടിയെ മാത്രം കുറ്റപ്പെടുത്തുന്നില്ല. ഈ രാഷ്ട്രീയ ഈ കെട്ടിയടച്ച് സമ്മേളനം നടത്തിയപ്പോൾ പിന്നെ പ്രതിപക്ഷമായാലും ഏതൊരു രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും ഇതിനെതിരെ ഒരു എന്തെങ്കിലും പ്രസ്താവന ഇറക്കിയോ? ഇല്ലല്ലോ, എവിടെ നമ്മൾ കണ്ടിട്ടില്ല. ഇന്നിപ്പോ CPIയുടെ സെക്രട്ടേറിയറ്റിന്റെ ഉപരോധം വന്നു, അവിടെ നടന്ന സമരം. ആ സമരത്തിൽ നിന്ന് പന്ന്യൻ രവീന്ദ്രനോട് ചോദിക്കുമ്പോൾ പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞാണ് തെറ്റുപറ്റി, ഞങ്ങൾ ആലോചിച്ച് അത് ചെയ്യാം, നടപടി എടുക്കാം. ഞാൻ ചോദിക്കുന്നേക്ക് സാറേ, ഇത് തെറ്റ് പറ്റുന്നതിനും ഇവർക്ക് അറിയില്ല. റോഡ് കയ്യേറിയാണ്, പൊതുജനങ്ങളെ കഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് ഇവർക്ക് അറിയട്ടെ. ശ്രീ സന്തോഷ്, അതെല്ലാം ശരിയാണ്. ഇതൊക്കെ പറയുമ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ ഇങ്ങനെയൊക്കെ വല്ലപ്പോഴും നമുക്ക് നടപടിയെങ്കിലും വരുന്നുണ്ട്. പക്ഷേ ഈ മറ്റേ ഉത്സവങ്ങളൊക്കെ നടത്തുന്ന അമ്പലങ്ങളും പള്ളികളും ഒന്നും നടത്തുന്നതിനെതിരെ നടപടിയുമില്ല, ആരും ഒന്നും പറയുക പോലുമില്ല. പേടിയാണ് എല്ലാവർക്കും. മതസ്വാതന്ത്ര്യത്തിൽ നേരെ അല്ലെങ്കിൽ മതവികാരം വ്രണപ്പെടുമെന്നാണ് പറഞ്ഞത്. സാറേ, ഞാൻ പറഞ്ഞേക്കെ ആരാ കേസെടുക്കേണ്ടത്? ഈ ഭരിക്കുന്ന പാർട്ടികളും. അതെല്ലാം ശരിയാണ്, അവരെടുക്കാത്തതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. ഇവരെല്ലാവരും പറയുന്നത് മതവികാരം വ്രണപ്പെടുമെന്നല്ലേ? അതായത് ഇപ്പൊ ഒരു ഹിന്ദു രീതിയിലുള്ള ഒരു ഉത്സവം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ വേറെ ഒരു ക്രിസ്ത്യൻസോ മുസ്ലിമോ കേസ് കൊടുത്താൽ നാളെ അത് പറയും ക്രിസ്ത്യൻസിന് മുസ്ലിംസിന്, അത് മുസ്ലിംസിന്റെ അവിടെയാണ് നടക്കുന്നത്, ഇല്ല ക്രിസ്ത്യൻസിന്റെ നടക്കുന്ന വേറൊരാളാണ് ആ കേസ് കൊടുക്കുന്നത്. അവിടെ വർഗീയതയിലേക്ക് കൊണ്ടുവരുള്ളൂ. നമ്മളെ ഈ വിളിക്കുന്ന പ്രേക്ഷകർ തന്നെ പറയുന്ന വർഗീയതകളുണ്ട്. നമുക്ക് ഈ പൊതുവേദി കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം, ഒരു മുസ്ലിംസിന്റെ ആളെ കൊണ്ട് കേസ് അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ പറയും അവൻ തീവ്രവാദിയാണെന്ന് പറയും. 100% ഉറപ്പാണ്. അങ്ങനെ പറയുന്ന പല ആളുകളും കേരളത്തിലുണ്ട്. കേരളത്തിൽ മതം നോക്കി മാത്രം സംസാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പൊതുവേദിയിലും അങ്ങനെ അഭിപ്രായങ്ങളൊക്കെ വരാറുണ്ട്. ശരി, നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക്. പത്തനംതിട്ടയിൽ നിന്നും ശ്രീ ഷാജിയാണ്. ശ്രീ ഷാജി, രാഷ്ട്രീയക്കാർക്കെതിരെ ഇങ്ങനെ നടപടി എടുക്കുന്നത് നല്ല കാര്യം തന്നെ. അവർ തിരുത്തേണ്ടതാണ്, നടപടി വേണ്ടതുമാണ്, അതിനെ അംഗീകരിക്കുന്നു. പക്ഷേ സമാനമായ രീതിയിലല്ലേ കേരളത്തിലെ അമ്പലങ്ങളിലും പള്ളികളും ഒക്കെ ഈ പലയിടങ്ങളിലും റോഡ് ദിവസങ്ങളോളം, ഇവരൊക്കെ ഒരു ദിവസമാണെന്ന് പറയാം, മറ്റേത് ഒരു ദിവസം 7 ദിവസവും 9 ദിവസവും 21 ദിവസവും ഒക്കെ റോഡ് കെട്ടിയടച്ച് പരിപാടികൾ നടത്താറില്ലേ? അവിടെയൊന്നും കോടതിയുടെ ഇടപെടലില്ല, പോലീസിന്റെ ഇടപെടലില്ല, ആരുടെയും ഇടപെടലില്ല. ഹലോ, നമസ്കാരം. നമസ്കാരം. ഓക്കെ. ഇത് ഭരണകൂടത്തിന്റെ ഒരു കെടുകാര്യസ്ഥത തന്നെയാണ്. ഏത് പാർട്ടി വിട്ടാലും റോഡ് കൈയേറിക്കൊണ്ട് അവിടെ പിന്നെങ്കിൽ കേസ് കെട്ടുക, ജനങ്ങൾക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടല്ലേ? ഏതെങ്കിലും ഒരു വണ്ടിക്ക് പോകാൻ പറ്റുമോ? ഒരു ആംബുലൻസിന് പോകാൻ പറ്റുമോ? ഏതെങ്കിലും കാര്യത്തില് പിന്നെ ഇവര് തന്നെ നടപടിയെടുക്കാത്തെ? ഇവരല്ലേ ഭരിക്കുന്നേ, LDF ഭരിക്കുന്നേ, എന്നിട്ട് അവർ തന്നെയല്ലേ കൈയേറിക്കൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്? പിന്നെ എങ്ങനെ ജനങ്ങൾ വോട്ട് കൊടുക്കുന്നത്? ശ്രീ ഷാജി, LDF ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല, കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, അതിന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി വ്യത്യസ്തമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ പാർട്ടിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഒരാളെ മാത്രം ഞാൻ നടപടി എടുക്കാത്തത്. ഇതിനു മുമ്പും നടപടിയൊന്നും എടുക്കാറില്ല. ഇതിനു മുമ്പും എല്ലാ പാർട്ടികൾ ഭരിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്.
അത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ്. നമ്മൾ പറയുന്നത് നടപടി എടുക്കണം, അത് അങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷേ ഈ നടപടി എടുക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ മാത്രം നന്നായാൽ മതിയോ? കേരളത്തിലെ ഈ ക്ഷേത്രങ്ങളും പള്ളികളും ഒന്നും നന്നാവണ്ടേ? തീർച്ചയായിട്ടും അതുകൂടി പറയണ്ടേ നമ്മൾ? അത് പറയാൻ എല്ലാവർക്കും എന്തൊരു മടിക്കുന്നതിനാണ്. കേരളത്തിലെ പാർട്ടിക്കാർ നടത്തുന്നതിനേക്കാൾ കൂടുതൽ റോഡ് കെട്ടിയടച്ച് ചെയ്യുന്നത് ഈ അമ്പല കമ്മിറ്റിക്കാരും പള്ളി കമ്മിറ്റിക്കാരും ഒക്കെ അല്ലേ? തീർച്ചയായിട്ടും. ശരി, ഓക്കെ. എന്തായാലും നമുക്ക് കുഞ്ഞഹമ്മദ് കൂടി ചേരുന്നു കോഴിക്കോട് നിന്നും. ശ്രീ കുഞ്ഞഹമ്മദ്, താങ്കൾ എങ്ങനെയാണ് ഈ എന്തായാലും ഈ കോടതിയുടെ ഇടപെടൽ നന്നായി എന്നെന്ന് തന്നെയാണ് ഞങ്ങളുടെയും അഭിപ്രായം. അതിനപ്പുറത്തേക്ക് ഈ രാഷ്ട്രീയക്കാർക്ക് നേരെ മാത്രം മതിയോ ഈ നിയമം നടപ്പാക്കൽ? ഈ മറ്റ് മതങ്ങളുടെ നേരെയും ആ മതസംഘടനകളുടെ നേരെയും ഒന്നും ഈ നിയമം നടപ്പാക്കൽ വേണ്ടേ? നമസ്കാരം. പറയുന്ന മുഖം നോക്കാൻ നടപടിയെടുക്കണമെന്ന് ആര് ഭരിച്ചാലും സ്ഥിതി കേരളത്തിൽ ഇതാ പോകുന്നത്. ഈ LDF UDF കുറ്റം പറയട്ടെ, എല്ലാവരും കണക്കാവും. അമ്പല കമ്മിറ്റി, പള്ളി കമ്മിറ്റി, LDF UDF ആര് ഭരിച്ചാലും 57 മുതൽ ഇങ്ങോട്ട് എടുത്താല് എല്ലാ ഗവൺമെന്റുകളുടെ സ്ഥിതി ഇതാ റോഡ് ബ്ലോക്കാക്കല്. പോലീസ് നോക്കി കുത്തിരിക്കുക ഈ സംഗതികളല്ലോ. ശക്തിമത്തായ നടപടി എടുക്കണം. ഈ ഗവൺമെന്റ് ഉടർന്ന് പ്രവർത്തിക്കണം എന്ന് എനിക്ക് പറയുള്ളൂ. ഇത്രയുള്ളൂ. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തവും കൃത്യവുമാണ്. വർഗീസ് ആണ് കുമ്പളിയിൽ നിന്നും. ശ്രീ വർഗീസ്, ഈ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ നടപടിയെടുത്തത് നല്ല കാര്യം. പക്ഷേ ഈ മതങ്ങളുടെ പേരിൽ നടത്തുന്ന ഇത്തരം സഞ്ചാര സ്വാതന്ത്ര്യ നിഷേധത്തിനെതിരെ നടപടി വേണ്ടേ? സാറ് പറഞ്ഞത് കറക്റ്റ്, ഏറ്റവും ഉത്തമമായ ഒരു ഒറ്റ കാര്യമാണ്. കാരണം ഈ മതങ്ങളാണ് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ. CPM പേരിൽ വന്നപ്പോഴത്തേനും ഭയങ്കര പ്രശ്നമായി. ഈ മതങ്ങളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും വഴി അടച്ചു ചെയ്യുന്ന മൊത്തം ഈ ഹൈക്കോടതി വിധിയാണല്ലോ ഇപ്പൊ വന്നിരിക്കുന്നത്. അപ്പൊ ഇത് ഹൈക്കോടതി നിർദ്ദേശമാണ്. ഹൈക്കോടതി നിർദ്ദേശമാണ്. ആ നിർദ്ദേശം ഹൈക്കോടതി ഈ മതങ്ങളുടെ പേരിൽ എന്താ കാണാത്തെ? അത് തന്നെയാണ് നമ്മുടെ ചോദ്യം. മതങ്ങളുടെ കാര്യം വരുമ്പോൾ ഹൈക്കോടതിയും കാണാറില്ല, പോലീസും കാണാറില്ല, ഒരു ഭരണകൂടവും കാണാറില്ല, ഒരു പോലീസും കാണാറില്ല, പ്രത്യേകിച്ച് ഹൈക്കോടതിയും കാണാറില്ല. ഹൈക്കോടതി ഈ പാർട്ടികളിൽ മാത്രം വരുമ്പോൾ CPM കാര്യം മാത്രം വരുമ്പോഴാണല്ലോ പ്രശ്നം ഹൈക്കോടതിക്ക്. ശരി, എന്തായാലും അത് അങ്ങനെ പാർട്ടികളുടെ കാര്യത്തിലൊക്കെ ഇടപെടൽ ഉണ്ടാവാറുണ്ട്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. പ്രദീപാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ പ്രദീപ്, താങ്കൾ ഈ തിരുവനന്തപുരത്തുകാരനായിട്ട് താങ്കൾ ഈ നിരന്തരം സമരങ്ങളൊക്കെ കണ്ട് ശീലിച്ച എത്രയോ വട്ടം പൊതുവഴിയിൽ പെരുവഴിയിൽ കിടന്നു പോകേണ്ട വന്നിട്ടുള്ള ഒരാളാവും, അത് ഞങ്ങൾ കൂടി തിരിച്ചറിയുന്നു. താങ്കൾ ഇതിനപ്പുറത്തേക്ക് ഈ തിരുവനന്തപുരത്ത് തന്നെ എത്രയോ ഉത്സവങ്ങളുടെ പേരിൽ ആഴ്ചകളോളം ചില വഴികളൊക്കെ കയ്യേറി അവിടെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യവും വാഹനം കൊണ്ടുപോകാനുള്ള സ്വാതന്ത്ര്യവും എല്ലാം നിഷേധിക്കാറില്ലേ? അതിനും തടയിടേണ്ടതല്ലേ? നമസ്കാരം മിസ്റ്റർ കിരൺ. നമസ്കാരം മിസ്റ്റർ കിരൺ, ഞാൻ തിരുവനന്തപുരത്ത് പേട്ടയുടെ അടുത്തുനിന്ന് എന്റെ ഫ്ലൈറ്റില് 7 മണിക്കുള്ള ഫ്ലൈറ്റ്. പേട്ടയിലാണെങ്കിൽ പേട്ടയിൽ തന്നെ ഒരു ക്ഷേത്രത്തിന്റെ ഭാഗമായി അവിടെ ഒരാഴ്ചയോളം റോഡ് കെട്ടിയടയ്ക്കാറില്ലേ? ശ്രീ പ്രദീപ്, കേൾക്കാമോ? പ്രദീപിന്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സങ്ങളുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് മറ്റു പ്രശ്നം രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്നും. ശ്രീ രാധാകൃഷ്ണൻ, രാഷ്ട്രീയ പാർട്ടികളോട് വടിയെടുക്കുന്ന നല്ല കാര്യം തന്നെ, അതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ മതങ്ങളുടെ കാര്യം വരുമ്പോഴും ഇതേ വടിയെടുക്കേണ്ടേ? നോക്കൂ, നമ്മൾ ഈ വിഷയത്തിൽ അതിന്റെ വിഷ്വൽ നമ്മൾ കൃത്യമായി കണ്ടു. ആ പ്രധാന പാത എന്ന് പറയുന്നത് ഈ പറഞ്ഞ് കെട്ടിയടച്ച വഴിയുടെ തൊട്ടുപുറത്ത് വാഹനങ്ങൾ പോകുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കറിയത്തില്ല. പക്ഷെ ഒരു അപ്രധാനമായിട്ടുള്ള റോഡുകൾ, അത് അപ്രധാനമായ റോഡല്ല, അത് എവിടെയായാലും റോഡിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊന്നുമല്ല. നമ്മൾ സ്വാഭാവികമായിട്ട് ആരായാലും വഴി അടച്ച് ചെയ്യുന്നത് ശരിയല്ല. ഇത് ജനാധിപത്യ രാജ്യമാണ്. ഇത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. ഇവിടെ രാഷ്ട്രീയ പാർട്ടികളും അത്തരത്തിലുള്ള സാംസ്കാരിക സംഘടനകളും മതങ്ങളും ഒക്കെ അടങ്ങിയ ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. നമ്മുടെ രാജ്യത്ത് ഇത് ചെയ്യാൻ പറ്റൂ. കോടതികൾക്ക് അല്ലെങ്കിലും ഇടതുപക്ഷ പാർട്ടികൾ ഒരു പരിപാടി. ശ്രീ രാധാകൃഷ്ണൻ, ഞാൻ അതല്ല ചോദിച്ചോട്ടെ, ഇടതുപക്ഷ പാർട്ടികളോ ഇനി കോൺഗ്രസോ BJP അല്ലെങ്കിൽ ലീഗോ അങ്ങനെ അതല്ല വിഷയം. ഏത് പാർട്ടിയായാലും റോഡിന്റെ അരികിലൊക്കെ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പരിപാടി നടത്തുന്നതിന് ആരും എതിരല്ല. ഏതെങ്കിലും ഒരു അമ്പലത്തിലോ പള്ളിയിലോ ഉത്സവം വരുമ്പോൾ ചെറിയ രീതിയിലുള്ള ഗതാഗത തടസ്സം വരുന്നതിന് ഒന്നും ആരും എതിരല്ല. പക്ഷേ ഒരു വഴിയിലൂടെ ഞങ്ങൾ ഈ വഴിയിലൂടെ ഇന്ന ആളിനെ വിടില്ല, ഈ വഴിയുടെ തടഞ്ഞ് ഞങ്ങൾ വഴിയുടെ നടുക്ക് കൊണ്ടൊന്ന് സ്റ്റേജ് കെട്ടുക, ആ വഴിയിലൂടെ അന്ന് ആളുകളെ പോകുന്ന മുഴുവൻ നേരെ ബുദ്ധിമുട്ടിക്കുക, മനഃപൂർവ്വം എന്ന് തോന്നുന്ന രീതിയിലാണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. അതിനകത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഞാൻ പറയുന്നില്ല, രാഷ്ട്രീയ പാർട്ടികൾക്ക് അപ്പുറത്താണ് കേരളത്തിലെ അമ്പലങ്ങളും പള്ളികളും ഒക്കെ അവരുടെ ഉത്സവങ്ങളുടെ ഭാഗമായി ചെയ്യുന്നത്. അവിടെയെങ്കിലും സാധാരണക്കാരൻ പോയാൽ അവന് തടഞ്ഞു നിർത്തി ഞാൻ കയറിക്കോട്ടെ എന്ന് ചോദിച്ചാൽ അവരുടെ നേരെ മെക്കിട്ട് കയറും. അവിടെ ഏതെങ്കിലും ഒരു മതമാണെങ്കിൽ പ്രത്യേകിച്ച് ആ മതത്തിൻ്റെ ആൾക്കാരെല്ലാവരോടും സംഘടിച്ച് നിൽക്കുകയായിരിക്കുമല്ലോ. ഇനി ചോദിച്ചു പോയാൽ മറ്റേതെങ്കിലും ഒരു മതക്കാരനാണെങ്കിൽ അവനെ വർഗീയവാദിയും അവനെ കുഴപ്പക്കാരനും തീവ്രവാദിയൊക്കെ ആക്കി കളയും.
സാർ ഏകപക്ഷീയമായിട്ട് നമുക്ക് നോക്കുമ്പോൾ ഒരു വിഭാഗത്തിന് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് തോന്നാം. അതെങ്ങനെ തോന്നുന്നു? എങ്ങനെ ശരിയല്ലേ? അങ്ങനെ ഉണ്ടാവുന്നില്ലേ? താങ്കൾക്ക് ശ്രീ ചാത്തന്നൂരിലാണല്ലോ താങ്കളുടെ വീട്. ഈ മെയിൻ റോഡിൽ തന്നെ ചാത്തന്നൂർ ഭാഗത്ത് വരുമ്പോൾ സാമൂഹ്യ പ്രവർത്തകരാണ് ഞങ്ങളും. മറ്റു പല പാർട്ടികളുടെയും സംഘടനകളുടെയും ഉത്സവങ്ങളും ഒക്കെ ഞങ്ങളും ബുദ്ധിമുട്ടുകൾ സഹിക്കാറുണ്ട്. അല്ലെ, അതുകൊണ്ട് ജനങ്ങൾ ഞാൻ ചോദിക്കട്ടെ, ഇതെല്ലാം മാന്യമായി നടത്തിക്കൂടെ? ഈ കാര്യങ്ങളൊന്നും നടത്തുന്നതിന് ആരും എതിരല്ല. പ്രധാന റോഡ് വേറെയാണ്. ഈ മെയിൻ റോഡ് താങ്കൾ ചാത്തന്നൂരുകാരാണോ? താങ്കൾക്ക് അറിയാമല്ലോ, കൊല്ലത്തേക്ക് വരുന്ന റോഡ് മണിക്കൂറുകളോളം ഞാനടക്കം കിടന്നിട്ടുണ്ട് ബസ്സിൽ. അവിടെ ജനങ്ങൾക്ക് ഇപ്പൊ ഇല്ലാത്ത സ്വാതന്ത്ര്യമൊന്നുമില്ല. അത് ചെറിയ വിഭാഗത്തിന് 1-2 പേര് ഇതൊക്കെ പറയും. ഇതൊന്നും ജനങ്ങൾക്ക് ഒന്നും വിഷയമില്ല. ശ്രീ രാധാകൃഷ്ണൻ, ഇത് 1-2 പേരുടെ വിഷയമല്ല. ഇത് 1-2 പേരുടെ വിഷയമല്ല, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരുടെ വിഷയമാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. നമ്മൾ എന്തെല്ലാം രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നു. അതല്ലല്ലോ, ഇതാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗം. നിങ്ങൾ അതല്ലാതെ ചെയ്യാമല്ലോ. ഞങ്ങൾ കഴിയുന്നത് ഞങ്ങളുമൊക്കെ അങ്ങനെയാണ്. കുറച്ച് ആൾക്കാർ താങ്കൾ പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളായാലും ഒരു പ്രതിബദ്ധത ഇല്ലാത്ത ആൾക്കാരുണ്ട്. അവർക്ക് ധാർമ്മിക രോഷമായിട്ട് തോന്നും. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മാനസികാവസ്ഥയുള്ള ഒരു പൊതുജനത്തിനും ഇതൊരു വിഷയമായിട്ട് തോന്നത്തില്ല. ഇതൊന്നും ഒരു സങ്കീർണമായ വിഷയമല്ല. ശരി, ഓക്കെ. ജനങ്ങളെ സംബന്ധിച്ചൊരു വിഷയം ശ്രീ രാധാകൃഷ്ണൻ അങ്ങനെ കരുതാം. ഇനി ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ഏത് മതമായിക്കോട്ടെ, ആളുകളെ അവരുടെ ഉത്സവമോ അല്ലെങ്കിൽ അവരുടെ പരിപാടിയോ നടത്തുന്നവരിൽ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കാൻ സാധാരണക്കാരെല്ലാവരും തയ്യാറാണ്. അതിനൊക്കെ ആ ബുദ്ധിമുട്ടുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പക്ഷേ ബോധപൂർവമായി മണിക്കൂറുകളോളം ദിവസങ്ങളോളം ഒരു വഴി കെട്ടിയടക്കുക എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളുടെ മേലുള്ള അധികാരത്തിൻ്റെ കടന്നുകയറ്റം തന്നെയാണ്. ഇതിനെ ആര് നടത്തിയാലും, അതിന് ഏത് മതം നടത്തിയാലും, ഏത് രാഷ്ട്രീയ പാർട്ടി നടത്തിയാലും അതിനെയൊന്നും വല്ലാതെ അങ്ങ് ന്യായീകരിക്കാൻ നിൽക്കുന്നതും അത്ര ശരിയാവുമെന്ന് തോന്നുന്നില്ല. നമുക്ക് മറ്റൊരു പ്രേക്ഷകരുണ്ട്, കണ്ണനാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ കണ്ണൻ, ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരെ വടിയെടുക്കുന്ന കോടതി അടക്കം പോലീസും അടക്കം ഈ മതങ്ങളുടെ കാര്യം വരുമ്പോൾ, അമ്പലവും പള്ളിയൊക്കെ ആണെങ്കിൽ അവിടെയെല്ലാം അവർ കണ്ണടച്ചിരിക്കും. എന്താണ് ഇതിന് കാരണം? നമസ്കാരം സാറേ. നമസ്കാരം സാറേ. പിന്നെ ഇപ്പൊ കോടതിയുടെ വിധി വന്നിരിക്കുന്നത് ഒരു നല്ല അഭിപ്രായമാണ്, നല്ല കാര്യമാണ്. പക്ഷെ ഈ ഫ്ലെക്സ് ബോർഡുകൾ ഒത്തിരി നമ്മൾ ഈ ടേണിങ്, അതായത് പല റോഡ് സൈഡുകളിലും വെച്ചിട്ട് മറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ അതൊക്കെ നമ്മുടെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ മതമോ ഒന്നും നോക്കാൻ പാടില്ല, അത് നീക്കം ചെയ്യണം. പിന്നെ ഇത്തരം വല്ല സമ്മേളനങ്ങളാ അല്ലെങ്കിൽ മറ്റ് അമ്പലങ്ങളുടെ പള്ളികളുടെ എന്ത് പരിപാടികളുണ്ടായാലും അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നമ്മൾ ഒഴിഞ്ഞ് വാഹനങ്ങളും കടത്തിവിടുന്ന രീതിയിലുള്ള വേണം ഇനി അങ്ങോട്ട് ഉണ്ടാകാൻ. പിന്നെ മറ്റൊരു കാര്യം, ഇതുപോലെ തന്നെ സുപ്രീം കോടതി വിധി വന്നിട്ടുള്ളതാണ് നമ്മുടെ ശബരിമലയുടെ കാര്യത്തിൽ. അതിലെന്തായി? പിന്നെ ഈ ഗുരുവായൂർ ഉണ്ടാകുമ്പോൾ അവിടുത്തെ സംഭവങ്ങൾ എന്തായി? അപ്പം രാഷ്ട്രീയ പാർട്ടി ഇത് ജനാധിപത്യ രാഷ്ട്രീയമാണ്. ഇത് ജനാധിപത്യ രാഷ്ട്രമാണ്, രാഷ്ട്രമല്ല. നമുക്കറിയാം ഗൾഫിൽ പിന്നെ ഒരു ഗൾഫിൽ ഒരു രാജാവിന്റെ ഒരു കുഞ്ഞ് പിറന്നു കഴിഞ്ഞാൽ അന്നേരം തന്നെ അയാൾക്ക് 5 ലക്ഷം രൂപ വെച്ച് കിട്ടും. ഇവിടെ ജനാധിപത്യ രാഷ്ട്രമായതുകൊണ്ട് ഈ ഭക്ഷണം നഷ്ടപ്പെട്ട രാജകുടുംബങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുക. ജനാധിപത്യം കൊള്ളത്തില്ല എന്ന് ജനങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. അത്തരത്തിലുള്ള ഒരു ഇതാണോ ഇന്ന് ഈ കോടതികളിൽ നിന്ന് വരുന്ന വിധികളൊന്നും നമ്മൾ ഉദ്യോഗസ്ഥന്മാരും എല്ലാം ഈ രാജഭരണത്തിന്റെ താല്പര്യക്കാരാണോ ഇരിക്കുന്നതെന്നും അങ്ങനെയൊക്കെ ഒരു ചെറു ന്യൂനപക്ഷം കാണും. പക്ഷെ എന്തായാലും മഹാഭൂരിപക്ഷം പേരും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർ തന്നെയാണ്. അവരാരും രാജഭരണത്തെ അംഗീകരിക്കുന്നവരൊന്നുമില്ല. അത് ചെറു ന്യൂനപക്ഷം എപ്പോഴും അങ്ങനെ രാജാവിൻ്റെ ഭരണം അങ്ങനെ നല്ലതായിരുന്നു എന്നൊക്കെ പണിയെടുക്കാതെ നിന്ന് ജീവിച്ച രാജാവിനെ വാഴ്ത്തുന്നവരും ഒക്കെ ഉണ്ടാവും. പക്ഷേ അങ്ങനെയല്ല മഹാഭൂരിപക്ഷം പേരും. അവർ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർ തന്നെയാണ്, അതിന് യാതൊരു സംശയവുമില്ല. ശ്രീ ശശിധരനാണ് വയലാറിൽ നിന്നും. ശ്രീ ശശിധരൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? എപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരെയൊക്കെ വടിയെടുക്കുമ്പോൾ ആളുകൾ കൈയടിക്കാറൊക്കെ ഉണ്ട്, ശരിയാണ്, നല്ല കാര്യവുമാണ്. പക്ഷേ ഈ അമ്പലമോ പള്ളിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരാരും മിണ്ടാറില്ല. അവിടെ എല്ലാം പോലീസിൻ്റെ കാവൽ, സർക്കാരിൻ്റെ കാവൽ, ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും എതിരായ ഒരു അഭിപ്രായം പോലും പറയാറില്ല. നമസ്കാരം. നമസ്കാരം. എന്താണ് കിരൺ മാത്രമായ ഇപ്പൊ ഈ പരിപാടി? പോട്ടെ. മനു ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. ഒരു ദിവസം ഉണ്ടായിരുന്നു, എന്നാലും ഒരു 2 ആഴ്ചയോളം ഇടയ്ക്ക് ലീവായിരുന്നു കുറച്ച് ദിവസം. ഞാൻ ഈ മനു ഒരു കാര്യം പറയും, ഇത് ചാനൽ ചർച്ച പോലെ ആയി പോകുന്നു കേട്ടോ. ഈ പറയുന്നവരോട് പറയട്ടെ, എന്നിട്ട് മറുപടി അവരോട് പറയുക. ചിലപ്പോ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. അവിടുന്ന് വിളിക്കുന്ന നമ്മുടെ ഈ സഖാക്കൾ പറയുമ്പോഴത്തേക്കും മനു കിരണനെ എതിർക്കുന്നു. രണ്ടും ചിലപ്പോ ഒന്നും കേൾക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് വരുന്നു. സമയങ്ങൾ അങ്ങനെ വെറുതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ വിഷയത്തിൽ പറയുമ്പോൾ ഈ വിഷയത്തിൽ പറയുമ്പോൾ ഒന്ന് കേട്ടോളണം. ഇത് കാര്യമാത്ര പ്രസക്തമായ ഒരു കാര്യം പറയുന്നത്. ഞങ്ങളുടെയൊക്കെ നാട്ടില് ഇഷ്ടംപോലെ ക്ഷേത്ര പരിപാടികളും പള്ളി പരിപാടികളും ഒക്കെ നടക്കാറുണ്ട്. ഒരു നല്ല ഒരു മെയിൻ റോഡിന്റെ സൈഡിലാണ് ഞാൻ താമസിക്കുന്നത്. ഇവിടെ പള്ളി പരിപാടികളും അമ്പല പരിപാടിയൊക്കെ പോകാറുണ്ട്. ഒരു സൈഡ് ചേർന്ന് പോകാനുണ്ട വാഹനങ്ങൾക്ക് വഴി കൊടുത്ത് നിയന്ത്രിച്ചാണ് ഇവിടെയുള്ള പരിപാടികൾ മുഴുവൻ പോകുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ചെറിയ ജാഥ പോയാൽ, പ്രത്യേകിച്ച് ഭരണകക്ഷിയുടെ ഒരു ചെറിയ ജാഥ പോയാൽ അവര് ഉദ്ദേശ സ്ഥലത്ത് എത്തുന്നവരെ ആരെയും വിടത്തില്ല.
ഇത് ഭരിക്കുന്ന കക്ഷിയല്ലേ, ഇവിടെ ക്രമസമാധാനം പാലിക്കേണ്ടത്, നിയമം പാലിക്കേണ്ടത് അവരല്ലേ ഏറ്റവും കൂടുതൽ ഇപ്പം അടച്ചു പറയുന്നു, ഏറ്റവും കൂടുതൽ കാണിക്കുന്ന അവരല്ലേ. റോഡിൽ കസേരയിട്ടിരുന്ന് ശ്രീ ശശിധരൻ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ രാഷ്ട്രീയ പാർട്ടി നമ്മൾ പറയില്ല, നമ്മുടെ വിഷയം അതല്ല. രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത് അതിനെതിരെ നടപടി സ്വീകരിച്ചു, നല്ല കാര്യം, നമ്മൾ അതിനെ ആരും എതിർക്കുന്നില്ല, അത് ശരിക്കും ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ ഈ രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലെ വഴി കെട്ടി അടയ്ക്കുന്നതിനേക്കാൾ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കാനുള്ള എത്രയോ ഇരട്ടി കേരളത്തിലെ ഉത്സവങ്ങളുടെ പേരിൽ കേരളത്തിലെ വിവിധ മതങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അവിടെയെങ്ങും ആരുടെയും ഒരു ശബ്ദവും കേൾക്കാറില്ല. അതെന്താണ്? അവരാരും ചെയ്യുന്നത് തെറ്റല്ലേ? അല്ല, അത് ശസ്ത്രം കേൾക്കണം എന്ന് പറഞ്ഞാൽ നിയമം നടപ്പാക്കേണ്ടത് ആരാണ്? അത് ശരിയാണ്. പക്ഷെ അവിടെ നിയമം നടപ്പാക്കേണ്ട രാഷ്ട്രീയക്കാരും മിണ്ടില്ല, പോലീസും മിണ്ടില്ല, കോടതിയും മിണ്ടില്ല. അതെ, പക്ഷെ അതിന് മാതൃക കാണിച്ചു കൊടുക്കണ്ട. ഞാൻ ചോദിക്കട്ടെ, അത് രാഷ്ട്രീയ ശ്രീ ശശിധരൻ, ഞാൻ പറഞ്ഞില്ല, അത് മാതൃക അവിടെ നിൽക്കട്ടെ, രാഷ്ട്രീയക്കാർ ചെയ്യുന്നതിന് എതിര് വരും. നമുക്ക് ആരും അതിനോട് വിയോജിക്കുന്നില്ല. എല്ലാം തെറ്റാണ്. പക്ഷെ ആദ്യം ഇതിനൊക്കെ മാതൃക കാണിച്ചില്ല. രാഷ്ട്രീയക്കാർക്കൊന്നും അല്ലെങ്കിൽ അവർക്ക് ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയേണ്ട കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. റോഡ് ബ്ലോക്ക് ചെയ്ത് അത് തെറ്റാണ്, സമ്മതിച്ചു. പക്ഷേ ഈ മതങ്ങളുടെ കാര്യം കൂടി പറയണ്ടേ? അവരെവിടെയാണ് ഇങ്ങനെ കാണിക്കുന്നത്? ഞാൻ മനോടൊന്ന് ചോദിച്ചോട്ടെ, ആരാണ് ഇവിടെ ഈ സ്റ്റേജ് കെട്ടി ഏത് അമ്പല പരിപാടിക്കാണ്? ഞാൻ കേരളത്തിലെ, താങ്കൾ എന്തായാലും കേരളത്തിലെ ഏത് റോഡിൽ സഞ്ചരിച്ചാലും, ഉത്സവ സീസണിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ റോഡ് തടസ്സപ്പെടുത്തിക്കൊണ്ട്, റോഡിലാണ് പരാഭൂരിപക്ഷം പേരും ഈ പറയുന്ന സ്റ്റേജ് കെട്ടിക്കൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് സഞ്ചാര സ്വാതന്ത്ര്യം നടത്തി എത്രയോ ദിവസങ്ങളോളം. ഈ തിരുവനന്തപുരത്ത് തന്നെ അല്പസമയം മുമ്പ് വിളിച്ച, പേട്ടയിൽ നിന്ന് വിളിച്ച ആൾ തന്നെ പറഞ്ഞത്, അവരുടെ എനിക്കറിയാവുന്ന റോഡാണ്, ആ റോഡ് എല്ലാ വർഷവും 9 ദിവസം അടച്ചിടും. ആ റോഡ് 9 ദിവസം ഒരു അമ്പലത്തിൽ ഉത്സവം വന്നാൽ പൂർണ്ണമായിട്ട് അടച്ചിടും. അങ്ങനെ കേരളത്തിൽ എത്രയോ റോഡുകളുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ എടുത്തു പറയാൻ എത്രയെങ്കിലും ഉദാഹരണമുണ്ട്. ഗതാഗത സൗകര്യം ഒരു റോഡ് മാറിയാൽ കേരളത്തിൽ എവിടെയാണ് വേറെ റോഡില്ലാത്തത്? വേറെ ഏതെങ്കിലുമൊക്കെ റോഡിൽ കൂടെ ആളുകൾ പോയില്ലേ? അതാ ഞാൻ പറഞ്ഞത്, ഭരിക്കുന്ന കക്ഷി ആദ്യമേ തന്നെ കാണിച്ചു കൊടുത്തിട്ട്, ഭരിക്കുന്ന കക്ഷിക്ക് അപ്പുറം എന്താണ് എപ്പോഴും എനിക്ക് എന്റെ സംശയം. കഴിഞ്ഞ ദിവസം കോടതി വിധി വന്നിട്ടും ഇന്ന് ഭരണകക്ഷിയുടെ പ്രശ്നം വന്നില്ല, വീണ്ടും സ്റ്റേജ് കെട്ടി കാണിക്കണം. വന്നില്ലെന്ന് അല്ല, അവർക്കെതിരെ കേസ് കഴിഞ്ഞ ദിവസമാണ് വന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇവിടുത്തെ പോലീസല്ലേ കേസ് നടത്തുന്നത്, ഇവിടുത്തെ പോലീസ്. ശരി. അപ്പോൾ ഇപ്പോഴും ശ്രീ ശശിധരൻ, താങ്കൾ ഇപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ പറയുന്നതിനെ ഞാൻ 100% അംഗീകരിക്കുന്നു. പക്ഷേ മതങ്ങൾക്കെതിരെ പറയാൻ താങ്കൾ എന്തിനാണ് ഇത്ര ഭയപ്പെടുന്നത്? അവരെന്തിനാണ് ഇങ്ങനെ വല്ലാതെ ന്യായീകരിക്കുന്നത്? ഒരു ന്യായീകരണമില്ല, നടപ്പാക്കേണ്ടവരാണ് ഞാൻ ചോദിച്ചത്. നടപ്പാക്കേണ്ട താങ്കൾ സംഭവിച്ചു. പക്ഷേ ഈ മതങ്ങൾക്കെതിരെ താങ്കൾ ഇത്രയും നേരം പറഞ്ഞിട്ട് കേരളത്തിൽ തിരിച്ച് ഈ ക്ഷേത്ര ഭാരവാഹികളും ഈ പള്ളി ഭാരവാഹികളും ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഇവിടെ കാണിക്കുന്നത് ഭരണകക്ഷിക്ക് കയ്യൂക്കുകൊണ്ട് അവരുടെ പോലീസ് സപ്പോർട്ടോടെയാണ് അവര് പല പരിപാടികളും റോഡിന്റെ ഈ ക്ഷേത്ര ഭാരവാഹികളും പള്ളി ഭാരവാഹികളും ഒക്കെ കാണിക്കുന്ന കയ്യൂക്കുണ്ടല്ലേ? അവിടെ പോലീസിനെ ചെന്ന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ മതവികാരം എന്ന് പറഞ്ഞ് ഇറങ്ങില്ലേ എല്ലാവരും കൂടെ? ഇതുകൊണ്ട് എല്ലാവരും നടത്തണോ? അല്ലെ, എല്ലാവരും നടത്തട്ടെന്നേ. അപ്പൊ അവിടെ നന്നാക്കാൻ ഒരു കാരണവശാലും പറ്റില്ല എന്നല്ലേ? അല്ല, മത സംഘടനകൾ നടത്തണ കൊണ്ട് ഞങ്ങൾ നടത്തുമെന്നും പറഞ്ഞു. അങ്ങനെയല്ല, ഒരാളും നടത്തരുത്. മതങ്ങൾക്ക് നേരെ കൂടി ഈ നിയമം നടപ്പാക്കണമെന്നാണ്, നടപ്പാക്കേണ്ടതെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. കിരണും ഈ കുറച്ചു പേരും വാദിക്കുന്ന എന്താണ് ക്ഷേത്ര പരിപാടികളൊന്നും നടത്തണ്ട. ക്ഷേത്ര പരിപാടികൾ മാത്രമല്ല, ക്ഷേത്രവായാലും അമ്പലവായാലും നടത്തണം. പക്ഷെ നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവർ നടത്തേണ്ടത്. ഇവിടെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയക്കാരുണ്ടാക്കണതിന്റെ ഒരു 10% പോലും രാഷ്ട്രീയക്കാരല്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ പരിപാടി നടത്തുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പരിപാടി നടത്തുന്നത് കേരളത്തിൽ ഉത്സവങ്ങളാണ്. അത് ക്ഷേത്രങ്ങൾ കൂടിപ്പോയുണ്ട്. എന്തിന്റെ പേരിലായാലും ഈ നടത്തുന്നത് ഏറ്റവും കൂടുതൽ വരുന്ന അവിടെയാണ്. അവരെല്ലാരും ചെയ്യുന്ന അവരെ ഓരോരുത്തരും ചെയ്യുന്നത് കാരണം അങ്ങനെയല്ല കിരണ ഇതിനെ കാണേണ്ടത് അങ്ങനെയല്ല. ഇത് ആദ്യം കാണിച്ചു കൊടുക്കേണ്ടത്. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ സംബന്ധിച്ച് ശ്രീ ശശിധരൻ, താങ്കൾ രാഷ്ട്രീയ പാർട്ടികൾ നന്നാവണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അതിനോട് യാതൊരു തരത്തിലും യോജിക്കുന്നില്ല. 100% യോജിക്കുക തന്നെയാണ്. പക്ഷേ മറ്റുള്ളവർ തെറ്റ് ചെയ്യുന്നവരെ കൂടി ചൂണ്ടിക്കാണിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ വിഷയം എടുത്തതും. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. വിക്രമനാണ് അടൂരിൽ നിന്നും. ശ്രീ വിക്രമൻ, ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നത് തെറ്റാണ്. കോടതിയുടെ ഇടപെടലുണ്ടായി, അത് സ്വാഗതം ചെയ്യേണ്ടത് തന്നെയാണ്. രാഷ്ട്രീയ പാർട്ടികൾ മാതൃകയാവേണ്ടതുമാണ്. പക്ഷേ ഈ ഉത്തരവാദിത്വം കേരളത്തിലെ മതങ്ങൾക്ക് കൂടിയില്ലേ? സാർ നമസ്കാരം. നമസ്കാരം. തീർച്ചയായിട്ടും ഈ കോടതിയുടെ ഇടപെടലിൽ വളരെ അഭിനന്ദനം അറിയിക്കുന്നതാണ്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നു. റോഡ് സൈഡിൽ സ്റ്റേജ് കെട്ടി പരിപാടി നടത്തുന്ന കുറേ ഒരു 2-3 വർഷത്തേക്ക് ഈ സ്റ്റേജുകളൊന്നും ഈ റോഡ് സൈഡിലെങ്കിലും കെട്ടി പരിപാടി നടക്കുകയും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ വീണ്ടും ഈ കോടതി വന്നത്, പിന്നെ ഉത്തരവ് വന്നത് നല്ലത് തന്നെ. പക്ഷെ അത് ഈ മതങ്ങൾ നടത്തുന്ന ഘോഷയാത്രയും പരിപാടിയുടെ അത് നിരോധിക്കണമെന്നാണ് എനിക്ക് കോടതിയോട് പറയാനുള്ളത്. കാരണം മുൻപ് വിളിച്ച സുഹൃത്ത് പറഞ്ഞ്
മതങ്ങളൊന്നും റോഡ് നിരോധിക്കേണ്ട ഒന്നും നിരോധിക്കേണ്ടതല്ലേ, ഇതെല്ലാം നാട്ടിൽ നടക്കേണ്ട കാര്യങ്ങളാണ്, ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഞാൻ പറയട്ടെ, ഒരു പള്ളിയുടെ ഒരു അമ്പലത്തിന്റെ ഘോഷയാത്ര വന്ന മണിക്കൂറുകളോളമാണ് ജനങ്ങൾ ബുദ്ധിമുട്ടി നിൽക്കുന്നത്, മണിക്കൂറുകളോളം. അതിനൂടെ ഒരു തടയിടണമെന്നാണ് എനിക്ക് കോടതിയോട് പറയാനുള്ളത്. കോടതി ഇടപെടത്തില്ല, കാരണം എന്താണെന്ന് ചോദിച്ചാൽ മതത്തിന്റെ പേരിൽ ഇടപെട്ടാൽ അത് വിഷയങ്ങളുണ്ടാവും. അതിനൊരു ഉദാഹരണം പറയാം. നമ്മുടെ ഈ അതിജീവിയുടെ ഒരു പ്രശ്നം ഉണ്ടായി, ഹൈക്കോടതി കൊടുത്തു, സുപ്രീം കോടതി കൊടുത്തു, ഒന്നും നടന്നില്ല. ഈ കോടതി എന്ന് പറഞ്ഞാൽ തരാതരമുള്ള ഈ ഉത്തരവ് ഇറക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. സാബു ആണ് ആറ്റിങ്ങിൽ നിന്നും. ശ്രീ സാബു, താങ്കൾ എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെയൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ അതിനെതിരെ കോടതി വടിയെടുക്കാറുണ്ട്, ജനങ്ങൾ കൈയടിച്ച് സ്വീകരിക്കാറുണ്ട്? അതുപോലെ തന്നെയല്ലേ കേരളത്തിലെ മതസംഘടനകളല്ല, പ്രത്യേകിച്ച് കേരളത്തിലെ ഉത്സവങ്ങളുടെയും ഒക്കെ പേരിൽ എല്ലാ മതങ്ങളും ചെയ്യുന്നത്? ബാബു സാർ, കേട്ടില്ല. ബാബു എന്നാണ്. ബാബു. ശരി, ഓക്കെ, തിരുത്തും, ഇപ്പോൾ പേര് തിരുത്തും, ബാബു എന്നാണ്. ഓക്കെ, പറഞ്ഞോളൂ. സാറിന്റെ നിഗമനം ഏറ്റവും നല്ല അഭിപ്രായമാണ്. ഹലോ, പറഞ്ഞോളൂ. സാറിന്റെ അഭിപ്രായം നല്ല അഭിപ്രായമാണ്. സാർ ഒരു രാഷ്ട്രീയത്തിനും എതിരല്ല. സാറ് കറക്റ്റ് ആയിട്ടുള്ള നിലപാടാണ് സംസാരിക്കുന്നത്. ഞാനിത് എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ അത് കൂടുതൽ വിളിക്കാത്തതാണ്. പക്ഷെ ചിലരൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടികൾ മാത്രം നന്നായാൽ മതി, അമ്പലങ്ങളും പള്ളികളും റോഡ് സൈഡിൽ നടത്താതിരിക്കുന്ന ഏറ്റവും നല്ല കാര്യമാണ്. അത് സാറും അതിന് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. അത് ഏറ്റവും നല്ല കാര്യമാണ്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, ഈ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ ഇങ്ങനെ നടപടി സ്വീകരിക്കുന്ന നല്ല കാര്യമാണ്, അതിനെ സ്വാഗതം ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ കേരളത്തിൽ അതിൽ കൂടുതൽ പരിപാടികൾ കേരളത്തിൽ വിവിധ മതങ്ങളുടെ പേരിൽ, ഉത്സവങ്ങളുടെ പേരിലൊക്കെ നടത്തില്ല, അമ്പലങ്ങളും പള്ളികളും എല്ലാം നടത്താറില്ലേ? അവിടെ എങ്ങും ഈ കോടതിയുടെ ഇടപെടലോ അല്ലെങ്കിൽ പോലീസിന്റെ ഇടപെടലോ ഒന്നും കാണാറേ ഇല്ല. അവിടെയൊക്കെ അവർ കണ്ണടച്ച് നിൽക്കുകയാണ്. അതെന്താണ് കാരണം രാഷ്ട്രീയ പാർട്ടികളെ പോലെ ഇപ്പോ ഈ ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ കാണുന്നില്ല, നിങ്ങൾ ഘോഷയാത്രയൊക്കെ മൊത്തം സ്തംഭിക്കുമല്ലേ? ഈ അടുത്ത കാലത്ത് നമ്മളെ ഈ ഒരു എയർപോർട്ട് അടച്ചിട്ട കഥ ഞങ്ങള് തിരുവനന്തപുരം എയർപോർട്ട് ഒരു ദിവസം അടച്ചിട്ടിട്ടാണ് അവിടെ. അങ്ങനെയൊക്കെ ഇതൊന്നും പാടില്ല. നിങ്ങൾ അമ്പലവും പള്ളിയും ഈ രാഷ്ട്രീയമല്ലോ മറ്റുള്ള ആൾക്കാർക്ക് സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടിലാക്കാൻ പാടില്ല. നിങ്ങൾ എന്തോ ചെയ്തോ, നിങ്ങൾക്ക് ജാഥ നടത്തുള്ളൂ. പക്ഷെ പുതിയ നിങ്ങളെ വഴി വരുന്നതുകൊണ്ട് ഒരു രാഷ്ട്രീയക്കാരനും പ്രതിപക്ഷമായിക്കോട്ടെ ഭരണപക്ഷമായിക്കോട്ടെ ഈ ക്രിസ്ത്യാനി ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ നിങ്ങൾ ആർക്കും കുത്തകയല്ല ഈ റോഡ്. അപ്പൊ നിങ്ങൾ സ്വസ്ഥമായിട്ട് സൈഡിലേക്ക് മാറിയിട്ടെല്ലാം ചെയ്യാം. ഞാൻ കുറച്ച് നടന്നു വരുന്ന നിർത്തുക. ശരി ശ്രീദാസൻ, ഇങ്ങനെയൊന്നും അഭിപ്രായം പറയാൻ പലർക്കും പേടിയാണ് എന്ന് മാത്രമല്ല, അവരാരും ഈ മതങ്ങളുടേതാണെങ്കിൽ ഞങ്ങൾ പറയില്ല. ബാക്കി രാഷ്ട്രീയക്കാരാകുമ്പോൾ പിന്നെ എതിർ രാഷ്ട്രീയക്കാരെങ്കിലും ഒക്കെ കാണും, അവരുടെക്കെതിരെ പറയാനും വിമർശിക്കാനും അനുകൂലിക്കാനും ഒക്കെ ആൾ കാണും. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ജോസഫാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ജോസഫ്, താങ്കൾ ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? എനിക്ക് രണ്ട് കാര്യമാണ് പറയാനുള്ളത്. ഒന്ന്, നേരത്തെ വിളിച്ചൊരു സ്നേഹിതൻ ഇപ്പോഴത്തെ ഗവൺമെന്റ് ആണ് ആദ്യം മാതൃക കാണിക്കേണ്ടതെന്ന് പറഞ്ഞു. അത് UDF ഗവൺമെന്റും LDF ഗവൺമെന്റും മാറി മാറി വരാറുണ്ട്. UDF ഗവൺമെന്റ് വന്നാൽ ഇത് തന്നെയാണ് അവസ്ഥ. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞാനൊരിക്കല് വല്ലച്ചകാന്ന് സ്ഥലമുണ്ട് തൃശ്ശൂരിൽ നിന്ന് ഇരിഞ്ഞാലക്കുടിക്ക് പോണ വഴിയിൽ. ആ വഴിയിൽ മെയിൻ റോഡ് ഇരിഞ്ഞാലക്കുടി വഴി ബ്ലോക്ക് ആയതുകൊണ്ട് വലത്തിൽ വഴിക്ക് പോകായിരുന്നു. അപ്പൊ ഒരു അമ്പല കമ്മിറ്റിക്കാര് വണ്ടി തടഞ്ഞു പിരിവിന് വേണ്ടിയിട്ട്, ക്ഷേത്രത്തിന്റെ പിരിവിന്. അതിൽ വണ്ടി തടഞ്ഞു നിർത്തിയപ്പോ ആളുകൾ പറഞ്ഞു ഇതിൽ കേസായി വന്നിട്ടുണ്ടെങ്കിൽ ബാധിക്കേണ്ട ഒരു മജിസ്ട്രേറ്റ് ഉണ്ട് ഇരിഞ്ഞാലക്കുടി, അദ്ദേഹം ഈ ബസ്സിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ ഒതുങ്ങിയില്ല. അവസാനം പോലീസ് വന്നപ്പോ ഈ വില്ലന്മാരൊക്കെ ഓടി രക്ഷപ്പെട്ടു. പിന്നെ അവർ ധൈര്യോടെ കണ്ടില്ല. അപ്പൊ ഏറ്റവും വലുത് ഈ വഴി തടയിൽ മാത്രമല്ല, വഴി ഒരിക്കലും ഞാൻ മണല് ഗവൺമെന്റ് അലോട്ട് ചെയ്ത് മണല് വീട് പണിക്ക് കൊണ്ടിരുമ്പോ 3 സ്ഥലത്ത് ഒരു ക്ഷേത്രത്തിന്റെ തന്നെ പോരത്തിന് 3 ഭാഗത്തുള്ള കമ്മിറ്റിക്കാര് വണ്ടി അടഞ്ഞ് കാശ് മേടിച്ചു. അപ്പൊ അത് എല്ലാവരും ചെയ്യും, ക്രിസ്ത്യാനികളും ചെയ്യുന്നുണ്ടാവും. ഞാൻ ഒരു മതത്തിനും പ്രത്യേകിച്ച് ആക്ഷേപിക്കല്ല. ഒരു മതവും രാഷ്ട്രീയമൊന്നുമില്ല ഇതിനകത്ത്. പക്ഷേ മതക്കാർ ഏത് മതത്തെയാലും തൊടാൻ എല്ലാവർക്കും ഭയമാണ്. മതത്തിന്റെ കാര്യം പറയുമ്പോൾ ആളുകൾക്കൊക്കെ എന്തോ ഒരു ഭയം പോലെയാണ്. ഞങ്ങൾ അത് നടത്തിക്കോട്ടെ, ഒരു മതത്തെയും വിമർശിക്കാൻ പാടില്ല. അതിൻ്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ എന്തായാലും രാഷ്ട്രീയ പാർട്ടികളല്ല കൂടുതൽ ആളുകളുടെ പൊതു വഴി തടസ്സപ്പെടുത്തുന്നത്, മതങ്ങളുടെ പരിപാടികൾ തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ലാത്ത കാര്യം തന്നെയാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, രാജേഷാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ രാജേഷ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? അത് മതങ്ങളെ തൊടാതിരിക്കുന്നത് വോട്ട് രാഷ്ട്രീയമാണ്. കാരണം ഒരു മതത്തിനെ തൊട്ട് കഴിഞ്ഞാൽ അവിടുത്തെ വോട്ടുകളെല്ലാം പോവും. ഇപ്പൊ മുസ്ലിംസിനായാലും ഹിന്ദുസിനായാലും ക്രിസ്ത്യൻസിനായാലും തൊട്ട് കഴിഞ്ഞാല് അവിടുത്തെ വോട്ട് പോകും. ഇപ്പൊ നമുക്ക് തൃശ്ശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് തൃശ്ശൂർ പൂരത്തിന്റെ ആ തടസ്സം വന്നത്. ആ തടസ്സം വന്നപ്പോ എന്ത് പറ്റി? അവിടെ നല്ല മതവിശ്വാസികളെല്ലാം നേരെ തിരിഞ്ഞു. അവിടെ സപ്പോർട്ട് ചെയ്യാൻ പോയത് BJP ആണ്. നേരെ മാറ്റി കുത്തി അങ്ങോട്ട്. അവിടെ രാഷ്ട്രീയമല്ല അവിടെ നോക്കിയത്,
നഷ്ടപ്പെടുത്തുന്നത്. ഇവിടെ ജനാധിപത്യ രാജ്യമാണെങ്കിലും മതത്തെ തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് ആ വോട്ട് രാഷ്ട്രീയത്തിൽ വോട്ട് നഷ്ടപ്പെടുമെന്ന് കോടതിയും എന്തിനാണ് ഈ മതത്തെ ഇത്ര ഭയക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവാത്തത്. കോടതിയിലിരിക്കുന്ന ഒരു മതത്തിന്റെ ആൾ തന്നെ ആയിരിക്കൂലേ? കോടതിയിലിരിക്കുന്ന വ്യക്തി ഒരു മതത്തിന്റെ ആൾ തന്നെ ആയിരിക്കും. ശരി, ഓക്കെ. രാഷ്ട്രീയക്കാരോട് കാണിക്കുന്ന വീര്യമൊന്നും പലപ്പോഴും മതങ്ങളുടെ വിഷയം വരുമ്പോൾ ആരും കാണിക്കാറില്ല. ശ്രീ ശിവജിയാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ശിവജി, കേരളത്തിൽ ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ പൊതുവഴി അടച്ച് സ്റ്റേജ് കെട്ടിയൊക്കെ പരിപാടി നടത്തുന്നതിനെതിരായ കോടതിയുടെ ഇടപെടലുണ്ടായി. ശരിയാണ്, നല്ല കാര്യമാണ്. പക്ഷേ കേരളത്തിൽ ഉത്സവങ്ങളുടെ പേരിൽ എത്രയോ റോഡുകൾ കെട്ടി ദിവസങ്ങളോളം കെട്ടിയടയ്ക്കുന്നു. അവിടെയെങ്ങും കോടതിയുടെ ഇടപെടലുമില്ല, പോലീസിന്റെ ഇടപെടലുമില്ല, ഒന്നുമില്ല. അത് ശരിയാണോ? രണ്ടും രണ്ട് കാഴ്ചപ്പാടോടെ മാത്രമേ എനിക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. രാഷ്ട്രീയക്കാരന്റെ ധിക്കാരം, മതത്തിന്റെ ഒരു ചടങ്ങ്, അത് ക്രിസ്ത്യാനിയുടെ മുസ്ലിമിന്റെ രാഷ്ട്രീയക്കാരന്റെ ധിക്കാരം മറ്റേത് ചടങ്ങ്, അതെങ്ങനെയാണ്? ശരിയല്ല, ഇത് ശരിയല്ല. എനിക്ക് എന്റെ അഭിപ്രായം പറയാനുള്ള തരൂ. അല്ലെങ്കിൽ പിന്നെ പൊതുവേദി എന്ന പരിപാടിയിൽ ഞാൻ വിളിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. പറഞ്ഞോളൂ. അതായത് അത്തരം ചടങ്ങുകൾ വേറെ, രാഷ്ട്രീയക്കാരുടെ ധിക്കാരം വേറെ. പ്രത്യേകിച്ച് CPM-ന്റെ ഈ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ഇതേ പരിപാടി ഉണ്ടായിരുന്നു. അറിയാവോ നിങ്ങൾക്ക്? എൻജിഒയുടെ പരിപാടി നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. രാഷ്ട്രീയക്കാരന്റെ ധിക്കാരം അവസാനിപ്പിക്കണം. ഒരിക്കൽ ഞാൻ നടത്തറയ്ക്ക് വരികയായിരുന്നു. പാലിയക്കര എത്തിയുള്ളൂ പിണറായി വിജയൻ. ആ സമയത്ത് 2 റോഡും തടുത്തു. മൂർക്കനിക്കര തൃശ്ശൂർ റോഡും പാലക്കാട് നിന്ന് എറണാകുളം വരുന്ന റോഡും തടുത്തത് ഏകദേശം 3/4 മണിക്കൂറാണ്. ശ്രീ ശിവജി, ഞാൻ പലപ്പോഴും താങ്കൾ പറയുന്നതിനെ ഇടപെടുന്നത് ഈ ഒറ്റ കാരണത്താലാണ്. താങ്കൾ ഒരൊറ്റ കണ്ണുകൊണ്ട് ഒരു വശത്തു നിന്ന് മാത്രമാണ് കാണുന്നത്. കേരളത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടി, താങ്കൾ ഉദാഹരണം പറയുന്നത് ഇത് മാത്രമല്ലല്ലോ. താങ്കൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും ഇതെല്ലാം ചെയ്യാറില്ലേ? ഇവന്മാരുടെ ആരാണ് റോഡില്? അതെല്ലാം സംഭവിച്ചു. നമ്മുടെ വിഷയം അത് തെറ്റാണെന്ന് ഞങ്ങൾ സമ്മതിച്ചു. CPM-ന്റെ ധിക്കാരം അവസാനിപ്പിക്കണം. ശ്രീ ശിവജി, താങ്കൾ ഈ വൃത്തികേടാണ് പലപ്പോഴും താങ്കളുടെ ഭാഗത്ത് നിന്ന്. ഇനിയിപ്പോൾ താങ്കളെ ഈ പൊതുവേദിയിൽ ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ച് തന്നെ ആലോചിക്കേണ്ടി വരും. റോട്ടിലാണോ പന്തല് കെട്ടണ്ടേ? ശിവജി, ശരി, സമ്മതിച്ചു. പക്ഷേ താങ്കൾ ഉപയോഗിക്കുന്ന ഭാഷ കുറെ കൂടി മാന്യമാണ്. ഞാൻ പലപ്പോഴും താങ്കളോട് പറയാറുണ്ട്. അവരെ കേരളത്തിലെ ജനത്തിന് വേണ്ടതുകൊണ്ടല്ലേ അവരെ ജയിപ്പിച്ച് ഭരണത്തിൽ ഇരുത്തിയിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് ഭൂരിപക്ഷം പേർക്കും അവരെ വേണ്ടതുകൊണ്ടല്ലേ അവരെ ജയിപ്പിച്ചിരിക്കുന്നത്. ഭീഷണിപ്പെടുത്തിയ വോട്ട് ചെയ്യുക. ശിവജി ഭീഷണിപ്പെടുത്തിയ വോട്ട് ചെയ്യൂ. ശിവജി ഭീഷണിപ്പെടുത്തിയാൽ വോട്ട് ചെയ്യൂ. യഥാർത്ഥ ജനാധിപത്യത്തിലൂടെ അല്ല. ശരി, അപ്പൊ ബാക്കി എല്ലാവരും ജയിക്കുന്ന യഥാർത്ഥ ജനാധിപത്യത്തിലൂടെയാണല്ലേ? ശരി, ഓക്കെ. എന്തായാലും അത് ശിവജിയുടെ അഭിപ്രായം. ശിവജി ഏത് രാഷ്ട്രീയക്കാരനാണെന്ന് പ്രേക്ഷകർക്കടക്കം അറിയാവുന്നതാണ്. ശിവജി പലപ്പോഴും അഭിപ്രായം പറയുന്നത് ഇങ്ങനെയാണ്: ഈ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കരുതെന്ന് പലതവണ അദ്ദേഹത്തോട് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നതാണ്. മാന്യമായ അഭിപ്രായം പറയുക. അദ്ദേഹം പിന്നീട് തുടക്കം പോലെ പറയാൻ അനുവദിച്ചാൽ അദ്ദേഹം സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തെ തടയേണ്ടി വരും എന്നതുകൂടി ശിവജിയെ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. താങ്കൾ മാന്യമായ ഭാഷയിൽ സംസാരിക്കുക. അത് താങ്കൾക്കിത് 3-ാം തവണയാണ് പറയേണ്ടി വരുന്നത് താങ്കളോട്. അതിലെനിക്കും ഖേദമുണ്ട്. എന്തായാലും ഈ ചർച്ച തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. തൃശ്ശൂരിൽ നിന്നും ശ്രീ മോഹനാണ്. ശ്രീ മോഹനൻ, ഈ രാഷ്ട്രീയ പാർട്ടികളോട് കാണിക്കുന്ന ഒരു ജാഗ്രതയും അല്ലെങ്കിൽ വീറുമൊന്നും പലപ്പോഴും കേരളത്തിലെ ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, അവരുടെ ആരാധനാലയങ്ങൾ സമാനമായ രീതിയിലേക്കുള്ള തെറ്റ് ചെയ്യുമ്പോൾ അവിടെയൊന്നും കാണുന്നില്ല. അത് ശരിയാണോ? അവിടെ നിങ്ങളതിനെ പറ്റി നിങ്ങൾ ഒരു വാർത്ത കൊടുക്കണില്ലല്ലോ. അതെ, അത് ആ വിമർശനം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ, അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഈ ചർച്ചയ്ക്ക് എടുത്തത്. ഞങ്ങൾ അതുകൊണ്ടാണല്ലോ ഈ ചർച്ചയ്ക്ക് എടുത്തത്. കേരളത്തിലെ ഞങ്ങൾ അതുകൊണ്ടാണ് തെറ്റ് തിരുത്തുന്നത്. നിങ്ങൾ കൊടുത്ത് പ്രശ്നമാക്കി ഇന്ത്യ അമ്പലം പള്ളി ശ്രീ മോഹനൻ, അങ്ങനെ ഈ വിഷയം സാധാരണഗതിയിൽ മതങ്ങളെ വിമർശിക്കുന്ന വിഷയങ്ങൾ മാധ്യമങ്ങളടക്കം എടുക്കാൻ മടിക്കാറുണ്ട്. അങ്ങനെ മടിക്കേണ്ടതില്ല, ശരിയാണെന്നുകൊണ്ടാണ് ഞങ്ങൾ ഇത് എടുത്തത്. നിങ്ങൾ കൊടുക്കില്ല. ഇപ്പൊ ഞങ്ങൾ ഈ വിഷയം എടുത്തത് എങ്ങനെയാണ്? നിങ്ങൾ അത് കൊടുക്കില്ല. ശരി, മോഹന്റെ ടെലിഫോൺ ചില തടസ്സങ്ങളുണ്ടെന്ന് തോന്നുന്നു. ശ്രീ മോഹനൻ, ഒന്ന് തിരിച്ചറിയണം, ഈ വിഷയമെടുക്കാൻ, മതങ്ങളുടെ പേരിൽ വിമർശനം ഉന്നയിക്കാൻ കേരളത്തിലെ എല്ലാവർക്കും മടിയുണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ഞങ്ങളത് അംഗീകരിക്കുന്നു. അങ്ങനെ മടിക്കുന്നത് തെറ്റാണ് എന്ന ബോധ്യമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ വിഷയം ഇന്ന് എടുത്തതും. അങ്ങനെ ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു മതത്തെ വിമർശിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ വികാരം അങ്ങ് വ്രണപ്പെട്ടു പോകും. അതുകൊണ്ട് അവർ ചെയ്യുന്ന തെറ്റിനെല്ലാം എല്ലാ കാലവും അംഗീകരിച്ച് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ വഴങ്ങിപ്പോകണം എന്നുള്ള നിലപാടൊന്നും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ധൈര്യപൂർവ്വം തന്നെ ഈ വിഷയം എടുത്തത്. ശ്രീ മോഹനാണ്, ക്ഷമിക്കണം,
രതീഷാണ് പെരുമ്പാവൂരിൽ നിന്നും. ശ്രീ രതീഷ്, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ നിയമം ലംഘിക്കുന്നതിനെതിരെ കോടതി നടപടിയെടുക്കുന്നത് നല്ല കാര്യമാണ്. അങ്ങനെ കോടതി നടപടി എടുക്കുകയും വേണം. അതിനെ ജനങ്ങൾ സ്വാഗതം ചെയ്യുകയും ചെയ്യും. പക്ഷേ സമാനമായ തെറ്റ് കേരളത്തിലെ മതങ്ങളൊക്കെ ആവർത്തിക്കുമ്പോൾ അവിടെയും ഇത്തരം ഒരു ജാഗ്രത വേണ്ടേ? സാറേ, കോടതി ഇരിക്കും മുമ്പും നടപടി എടുക്കാറുണ്ട്. എങ്കിലും ഇത് നിർബാധം തുറന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. അത് ശരിയാണ്, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ട്. ശരിയാണ് താങ്കൾ പറഞ്ഞത്. കേൾക്കാൻ പറ്റും. ചക്രസ്തംഭന സമരം എന്ന് പറഞ്ഞ ഒരു സമരം വന്നു. ഞാനൊരു എമർജൻസി കേസിന് അന്ന് പോകാറുണ്ട്. സാർ ഓർക്കണ്ടോ എന്നറിയില്ല. ഇന്ധനവില വർദ്ധനവിന് എതിരായിരുന്നു. അതെ, പ്രതീക്ഷിക്കാതെ മിന്നൽ സമരങ്ങളായിരുന്നു എല്ലായിടത്തും നടന്നത്. അതിനകത്ത് ജനങ്ങളൊക്കെ പ്രതിഷേധിച്ചു. എന്നിട്ടും പറയാം നിങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യണമെന്ന്. സമരങ്ങളാവാം, പക്ഷെ ആളുകളെ, പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. പൊതുജനങ്ങളിലെല്ലാം രാഷ്ട്രീയക്കാരും ഉണ്ടാവും, നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും. എല്ലാവർക്കും സഞ്ചരിക്കണം. സഞ്ചാരപാത എന്ത് തന്നെയായാലും ഒരു കാരണവശാലും അടച്ചിടാൻ പറ്റിയ കാര്യങ്ങളല്ല. പിന്നെ മതങ്ങളുടെ കാര്യങ്ങളിലേക്ക് വന്നാൽ, മതങ്ങളുടെ കാര്യങ്ങളിൽ സഞ്ചാരം മാത്രമല്ലല്ലോ, മതങ്ങളുടെ ആരാധനാലയങ്ങൾ പൊതുസ്ഥലങ്ങളിലേക്ക് വഴിയിലേക്ക് കയറി പണിതേക്കണ എത്രയോ കെട്ടിടങ്ങളുണ്ട്. സാറ് പോണ വഴിക്ക് ശ്രദ്ധിച്ചോ? മസ്ജിദ് അതിന്റെ 2 സ്റ്റെപ്പ് റോഡിലേക്ക് ഇറക്കിയിട്ടാണ് മുസ്തഫയുടെ കാലത്ത് വന്നിട്ട്, TH മുസ്തഫ MLA ആയിരിക്കുന്ന കാലത്ത്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. കൂപ്പടിപ്പള്ളിയിൽ യാക്കോബായ പള്ളി അങ്ങനെ ഇന്ന മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഹിന്ദു എന്നോ വ്യത്യാസമൊന്നുമില്ല. 3 പേരും അക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. അതാണല്ലോ ക്രിസ്ത്യൻ ചാപ്പലിന്റെ കാര്യം കൂടി ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞ അങ്ങനെ പറയേണ്ട ഒരു മതത്തിന് പറഞ്ഞു പോയെന്ന് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തേക്ക് വരും. ശരി, ഓക്കെ, നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അക്ബർ അലിയാണ് പാലക്കാട് നിന്നും. ശ്രീ അക്ബർ അലി, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? രാഷ്ട്രീയക്കാർ ചെയ്യുന്ന തെറ്റിനെതിരെ വടിയെടുക്കണം, അത് നല്ല കാര്യം. പക്ഷേ മതങ്ങളുടെ പേരിൽ നടത്തുന്ന തെറ്റിനെതിരെ കണ്ണടച്ച് നിൽക്കണം. മറ്റേ ജഡ്ജിമാർക്ക് അതൊരു സ്വഭാവം സാറ്. മറ്റേ മതക്കാർ മതം എത്ര ആൾക്കാരിനെ കൂട്ടി നടക്കുന്നത്, അതിന് കുറ്റം പറയുന്നില്ല. അതില്ല, പക്ഷെ എന്തായാലും ചെയ്ത് തെറ്റ് തന്നെയാണ്. കാരണം നടു റോട്ടിൽ കൊണ്ടുപോയിട്ട് മറ്റേ കൊടിയും തോരണവും കെട്ടിയിട്ട് ഇതാക്കുക ശരിയല്ല. ഞങ്ങളുടെ അവിടെ തന്നെ പുതിനാർത്തൊരു 10 ആള് വന്ന് 10 ആള് വരുമ്പോ 4 വരിയായിട്ടാണ് വരുന്നത്. 4 വരിയായിട്ട് വരുമ്പോ അവിടെ ബ്ലോക്കായി. ഇതൊന്നും ഒട്ടും ശരിയല്ല ചെയ്യണത്. ഏത് പാർട്ടിക്കായാലും ശരി, ചെയ്യണത് ശരിയല്ല. അതാണ് എന്റെ അഭിപ്രായം. ശരി, ഓക്കെ, എന്തായാലും നമുക്ക് സവാദാണ് ചേരുന്നത്. ശ്രീ സവാദ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളോട് കാണിക്കുന്ന ജാഗ്രത മതങ്ങളോടും വേണ്ടേ? സാറേ, ഞാൻ സാറിന്റെ സ്ഥിരം ഈ പരിപാടി കാണുന്നത്. സാറിനോട് എനിക്കൊരു പ്രത്യേക കാര്യം അതുകൊണ്ട്. അപ്പൊ ഞാൻ എല്ലാ കാര്യവും സാറ് പാർട്ടിയോ മതങ്ങളോ എല്ലാം ഒരുപോലെ കണ്ടാണ് സാർ സംസാരിക്കുന്നത്. അപ്പം ഞാനിത് കാണുന്ന എല്ലാ രീതിയിലും ഈ രാഷ്ട്രീയക്കാരിലും ഉണ്ട്, എല്ലാ രാഷ്ട്രീയക്കാരിലും ഇതുണ്ട്. അതുപോലെ എല്ലാ മതസ്ഥരിലും ഇത് തന്നെ നടക്കുന്നത്. എല്ലായിടത്തും എല്ലാം ബ്ലോക്കാണ്. നമ്മളിപ്പോ ഒരു പാർട്ടി മാത്രമല്ലല്ലോ നടക്കുന്നത്, എല്ലാ പാർട്ടിയിലും ഇല്ലേ സാറേ? ഉണ്ട്, നമ്മൾ അത് തന്നെയാണ് പറഞ്ഞത് തുടക്കത്തില്. അപ്പൊ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ എല്ലാ മതസ്ഥരുടെയും ഒരു പരിപാടിക്കും എല്ലാം റോഡ് ബ്ലോക്കാക്കി എല്ലാ രീതിയിലും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരാളെ മാത്രം നമ്മൾ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ സാറേ? അല്ല, അത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഈ മതങ്ങളുടെ കാര്യം പറയുമ്പോൾ അതിന് ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനി ആയിക്കോട്ടെ, അത് പറയുമ്പോൾ ചിലർക്കൊക്കെ അങ്ങ് തീരെ പറ്റില്ല. അതെ, സാറിപ്പോ എന്ന് പറഞ്ഞാൽ സാർ എല്ലാ രീതിയിലും ഒരുപോലാണ് സാർ പറഞ്ഞത്. സാറിന്റെ ഒരു പരിപാടി മിക്കതും കാണുമ്പോൾ എനിക്കൊരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ, സാറിപ്പോ ഹിന്ദു മുസ്ലിമോ ക്രിസ്ത്യാനി ഒന്നുമില്ല, ജാതി ഇല്ല, സാറിന് രാഷ്ട്രീയം ഇല്ലാത്ത രീതിയിലാണ് സാറ് എല്ലാവരും സംസാരിക്കുന്നത്. അപ്പം നമ്മൾ ഒരാളെ മാത്രം കുറ്റപ്പെടുന്നത് ശരിയല്ലല്ലോ സാറേ? അതാണ് ഞാൻ പറഞ്ഞത്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. മാമച്ചനാണ് വരാപ്പുഴയിൽ നിന്നും. ശ്രീ മാമച്ചൻ, ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പാർട്ടികളെക്കാൾ കൂടുതൽ പരിപാടികൾ നടത്തുന്നത് കേരളത്തിലെ വിവിധ മതങ്ങളുടെ പേരിലാണ്. അത്രത്തോളം ആരാധനാലയങ്ങൾ കേരളത്തിൽ ഉണ്ട്. അവരെല്ലാവരും ചെയ്യുന്ന തെറ്റിനെതിരെ ഒരു ഇടത്തും അങ്ങനെ ഒരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കോടതിയുടെ ഭാഗത്തു നിന്നും കാണാറില്ല. അത് ശരിയാണോ? ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ. സാറേ, ഇന്നത്തെ വിഷയം ഏതായാലും വളരെ നന്നായി. അതായത് രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പൊ ഇങ്ങനെ പല അഭ്യാസം കാണിക്കുന്നുണ്ട്. അതിനിപ്പോ കോടതി ഒരു വഴിയൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ചോദിച്ച വിഷയത്തിലേക്കാണ് ഞാൻ വരുന്നത്. എനിക്കൊരു മതവിശ്വാസമുണ്ട്, സാറിനും ഒരു മതവിശ്വാസം ഉണ്ടാവും. പക്ഷെ ഇവിടെ എല്ലാവരും സാഹോദര്യം നിലനിർത്തുന്നുണ്ട് സാറേ. എല്ലാ മതക്കാരും, ഒരു മതക്കാരനെന്നല്ല, ക്രിസ്ത്യനായാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും അവരുടെ ആഘോഷങ്ങൾ കഴിയുന്നത്രയും വഴി ബ്ലോക്കാക്കി നടത്തുകയാണെങ്കിൽ ആ വഴി ബ്ലോക്കായെന്നാൽ അവരുടെ പരിപാടി വിജയിച്ചു. എത്ര മണിക്കൂറാണ് സാറേ ഈ പെരുവഴിയിൽ നമ്മൾ കിടന്നു പോകുന്നത്? ചില ക്ഷേത്രക്കാര് പള്ളിക്കാരൊക്കെ ബലമായിട്ട് പിരിവും മേടിക്കാൻ ഈ വണ്ടിക്കാരൊക്കെയാണ്. അതെ, അങ്ങനെ നമ്മളെ തടഞ്ഞു നിർത്തി ബലമായി പിരിവ് മേടിക്കുന്നവരടക്കമുണ്ട്. എന്നോട് വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാവരും കേരളത്തിൽ സഞ്ചരിക്കുന്ന ഒരുവിധപ്പെട്ട മനുഷ്യരോടെല്ലാം എവിടെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും. എന്റെ മോന്റെ
ഈ വൈഫ് ഹൗസ് കോഴിക്കോടാണ്. ഞങ്ങൾ പല പ്രാവശ്യവും പോകുമ്പോഴത്തേക്ക് ഈ ഗുരുവായൂർ പൊന്നാനി ആ ഏരിയ കൂടെ പോകുമ്പോൾ പല സ്ഥലത്തും എല്ലാ മതക്കാരും ഞങ്ങൾ തടഞ്ഞു നിർത്തി പൈസ മേടിച്ചിട്ടുണ്ട്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ അതെ, ഇത് തെറ്റ് കാണിക്കുമ്പോൾ തെറ്റിനെ മൂടി വെച്ചുകൊണ്ടല്ല ഈ സാഹോദര്യമൊന്നും പറയേണ്ടത്. ശ്രീ പ്രസാദാണ് കൊല്ലത്ത് നിന്നും. ശ്രീ പ്രസാദ്, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് അഭിപ്രായം? ശ്രീ പ്രദീപാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ പ്രദീപ്, തിരുവനന്തപുരംകാരനായതുകൊണ്ട് കൂടുതൽ എനിക്ക് തോന്നുന്നു തലസ്ഥാന ജില്ല എന്ന നിലയ്ക്ക് പലപ്പോഴും റോഡിൽ പെരുവഴിയിൽ മണിക്കൂറുകളോളം കിടക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും. കോടതിയുടെ ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരെ ഉണ്ടായ ഇടപെടൽ തന്നെ ഈ മതങ്ങൾക്ക് നേരെയും ഉണ്ടാവേണ്ടതല്ലേ? മിസ്റ്റർ കിരൺ, നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കട്ടായി പോയി. മിസ്റ്റർ മനു, കിരൺ, ഞാൻ പേട്ടയിൽ നിന്ന് നമ്മുടെ എയർപോർട്ടിൽ പോകുന്ന സമയത്തെ ഞാൻ 1.25 മണിക്കൂറോളം ഒരു രാഷ്ട്രീയ നേതാവിന്റെ ആ വിജയാഘോഷത്തിന് അയാളുടെ ഇതൊക്കെ കാരണം എനിക്കൊരു ഫ്ലൈറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അത് പോട്ടെ. ഞാൻ താങ്കൾ ഈ പറഞ്ഞതുപോലെ ഇവിടുത്തെ ഏറ്റവും വലിയ 2 ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയക്കാരും എന്ന് ഞാൻ തീർത്തു പറയുന്നില്ല, ഈ മതത്തിന്റെ പേരിൽ നടത്തുന്ന ഈ റോഡ് കയ്യേറി അവർ നടത്തുന്ന ഈ തടസ്സങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ. സാധാരണ ഈ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയൊക്കെ ചില പ്രോഗ്രാം നട റോഡിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ 2 ദിവസത്തിന് മുമ്പ് കാട്ടാക്കടയിൽ നിന്ന് വരുന്ന വഴിക്ക് അവിടെ CSA പള്ളി എന്തോ ആണെന്ന് തോന്നുന്നു, അതിന്റെ കെയർ ഓഫിൽ അവരൊരു ഈ കരോള് നടത്തി, നടു റോഡിൽ വെച്ചാണ് നടത്തിയത്. ഏതാണ്ട് അവിടെ 1/2 മണിക്കൂറോളം അവിടെ നിൽക്കേണ്ടി വന്നു. അപ്പം ഇന്ന് ഓരോ ആൾക്കാരും ഇങ്ങനെ റോഡ് കയ്യേറി നമുക്ക് നടന്ന് സഞ്ചരിച്ചും പോവേണ്ട ഫുട്പാത്ത് എല്ലാം അവരങ്ങ് ചെയ്യും. അതേപോലെ ഫ്ലെക്സും വയ്ക്കും. അതിന് കോടതി എന്തെങ്കിലും ഒരു കാര്യം ഇനിയും ചെയ്യണം. കോടതി കർശനമായ നടപടി എടുക്കണമെന്നാണ് എന്റെ വിനീതമായ ഒരു അഭിപ്രായത്തിൽ. ശരി, ഓക്കെ. പേട്ടയിലൊക്കെ ആകുമ്പോൾ താങ്കൾക്ക് അറിയാമായിരിക്കും, അവിടുത്തെ തന്നെ റോഡ് എല്ലാ വർഷവും 6-7 ദിവസം കെട്ടിയടയ്ക്കാറുണ്ടല്ലോ. അതെ 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 അതെ. ശരി, ഓക്കെ. നമുക്ക് മറ്റൊരു പ്രേക്ഷകനുണ്ട്. പ്രസാദാണ് കൊല്ലത്ത് നിന്നും. ശ്രീ പ്രസാദ്, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, തീർച്ചയായിട്ടും റോഡ് ബ്ലോക്ക് ചെയ്യുന്നത് ആര് തന്നെ ആയാലും അത് ഒരു നല്ല പ്രവൃത്തിയല്ല. പിന്നെ മതങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് ഏത് മതങ്ങളാന്ന് പറഞ്ഞു കഴിഞ്ഞാലും റോഡ് അടച്ച് ഘോഷയാത്ര പോകുന്നത് തെറ്റാണ്. ഞങ്ങളുടെ പ്രദേശത്തൊക്കെ ഈ പ്രോഗ്രാം ഘോഷയാത്രയ്ക്കല്ല ശ്രീ പ്രസാദ്, സാധാരണ ഇതിൽ ഘോഷയാത്രകളൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ പാർട്ടിയുടെ ജാഥ പോകുന്നതിനൊന്നും ഒരു റോഡിന്റെ വശത്തൂടെ പോകുന്നു, ചെറിയ ബുദ്ധിമുട്ടൊക്കെ അതൊക്കെ ആളുകൾ സഹിക്കും. പക്ഷേ ദിവസങ്ങളോളം വഴി അടച്ച് റോഡിൽ സ്റ്റേജ് കെട്ടി പരിപാടി നടത്താറില്ലേ? അത് മതസംഘടനകളൊന്നും ചെയ്യാറില്ല, രാഷ്ട്രീയക്കാരാണ് പ്രധാനമായും. രാഷ്ട്രീയക്കാരല്ലല്ലോ. കേരളത്തിൽ എത്രയോ സ്ഥലങ്ങളിൽ, കേരളത്തിൽ ഓരോ അമ്പലങ്ങളുടെ ഉത്സവം വന്നു കഴിഞ്ഞാൽ, പള്ളിയിലെ ഉത്സവങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെയെല്ലാം അവർ റോഡിൽ കൊണ്ട് സ്റ്റേജ് കെട്ടി റോഡിൽ തന്നെ പരിപാടി നടത്തി ആ റോഡിൽ ആ ഉത്സവം കഴിയുന്നവരെ യാത്ര നിഷേധിക്കാറില്ലേ? അത് 100% തെറ്റാണ്. കാരണം എന്ന് പറഞ്ഞാൽ അപ്പൊ അതിനെതിരെ കൂടി പറയണ്ടേ? രാഷ്ട്രീയക്കാരെ മാത്രം പറഞ്ഞാൽ മതിയോ? ഞാൻ പറഞ്ഞു വരുന്നത്, ക്ഷേത്രങ്ങൾ പ്രാദേശികമായിട്ടായാലും ചർച്ചുകളായാലും തന്നെ അവരുടേതായ ഘോഷയാത്ര പോകുമ്പോൾ റോഡ് ബ്ലോക്ക് ചെയ്യാതെ സൈഡിൽ കൂടി പോകുന്നത് അങ്ങനെയുണ്ട്. അത് ശരിയാണ് താങ്കൾ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ ഘോഷയാത്ര പോകുന്നതിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജാഥ പോകുന്നതിനെയോ അല്ല. അതൊക്കെ ആളുകൾക്ക് ചെറിയ തരത്തിലുള്ള ബുദ്ധിമുട്ടൊക്കെ ആളുകൾക്ക് മനസ്സിലാവും. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറൊക്കെയാണ് ജനങ്ങൾ, അതിനൊന്നും എതിരല്ല. പക്ഷേ ഒരു റോഡ് തന്നെ കെട്ടിയടിച്ച് ഞങ്ങളുടെ ഉത്സവം നടക്കുകയാണ്, അതുകൊണ്ട് ഈ ഒരാഴ്ച അല്ലെങ്കിൽ 9 ദിവസം അല്ലെങ്കിൽ 21 ദിവസം ഈ റോഡിൽ കൂടെ ആരും പോകണ്ട, ഞങ്ങളിവിടെ റോഡിന്റെ നടക്ക് സ്റ്റേജ് കെട്ടി ഉത്സവം നടത്തും എന്ന് പറയുന്നത് അതിനെ ഇത് കോടതി കാണാറില്ല, ഒരു പോലീസും കാണാറില്ല. അത് നിരോധിക്കണം, അത് ആവശ്യമാണ്. അതേപോലെ പ്രധാന കാര്യം കൂടെ ഉണ്ട്. പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. അതായത് ഈ മന്ത്രിമാർക്ക് മാത്രം പോകാനുള്ളതല്ല റോഡ്, സാധാരണക്കാർക്ക് കൂടെ പോകാനുള്ളതാണ്. ഈ ഒരു 3 ആഴ്ച നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെങ്ങന്നൂർ തിരുവനന്തപുരത്തേക്ക് ഒരു റൂട്ട് പോയിരുന്നു. ആ സമയത്ത് സ്കൂട്ടർ സൈഡിൽ കൂടി വന്ന എന്നെ പോലീസുകാരൻ ചീത്ത വിളിച്ചിട്ടാ പോയത്. ഏറ്റവും സൈഡ് ചേർന്ന് വന്നവനാ ഞാൻ. ആ പോലീസുകാരന് അതിനുള്ള അധികാരമുണ്ടോ? ഒരിക്കലുമില്ല. പോലീസുകാരന് ഒരിക്കലും ഒരാളെയും ചീത്ത വിളിക്കാനുള്ള അധികാരമില്ല. അങ്ങോട്ട് പറഞ്ഞാൽ പോലീസുകാരനെ അങ്ങോട്ട് ചീത്ത വിളിച്ചാലും ഇങ്ങോട്ട് ചീത്ത വിളിക്കാതിരിക്കൽ എന്നാണ് പോലീസുകാരന്റെ മര്യാദ. ആ പോലീസുകാരൻ വിളിച്ച ഭാഷ ഇപ്പൊ ഞാൻ ഇതിൽ കൂടി പറയുന്നില്ല. എനിക്കറിയാം, കേരളത്തിൽ ഇപ്പോഴും മാറാത്ത പോലീസുകാർ അങ്ങനെ ഉണ്ട്. പോലീസുകാർ അങ്ങനെ മാറാത്തതുണ്ട്. പോലീസുകാർ ചീത്ത വിളിച്ചാലും തെറ്റാണല്ല എന്ന് വിശ്വസിക്കുന്ന കുറെ ആളുകളും കേരളത്തിലുണ്ട് എന്നതുകൂടി നമ്മൾ ഓർക്കണം. ഇത് ചെങ്ങന്നൂർ ഐക്യ ജംഗ്ഷനിൽ വെച്ച് നടന്ന സംഭവമാണ്. ഞാൻ സ്കൂട്ടറിൽ വരുമ്പോൾ എവരുടെ വണ്ടി ഓണടിച്ച് താങ്കൾ പറഞ്ഞത് പൂർണ്ണമായും ശരിയായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. കേരളത്തിൽ അങ്ങനെയുള്ള പോലീസുകാരൊക്കെ ഉണ്ട്, അതിന് യാതൊരു സംശയമില്ല. നാട്ടുകാരുടെ മെക്കിട്ട് കയറുന്ന പോലീസുകാരൊക്കെ ഇപ്പോഴും, പോലീസിൽ ഒരുപാട് പേർ മാറിയെങ്കിലും അങ്ങനെ മാറാത്ത ആളുകൾ, തെറി വിളിക്കുന്ന ആളുകളൊക്കെ ഇപ്പോഴും കുറെ പേരെങ്കിലും ഇപ്പോഴും ഉണ്ട് എന്നത് യാഥാർത്ഥ്യം. ശരി, ശശികുമാറാണ് കോട്ടയത്ത് നിന്നും. ശ്രീ കോട്ടയത്ത് നിന്ന് ശശികുമാർ, ശ്രീ എങ്ങനെയാണ് താങ്കൾ ഈ വിഷയത്തെ കാണുന്നത്?
ഹലോ സാറേ, അതായത് എന്ത് വിഷയങ്ങളാണെങ്കിലും ഞാൻ പറഞ്ഞ നിയമം അനുസരിക്കുന്നതിന് ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും ഒരുപോലെ ബാധ്യസ്ഥരാ. അത് രാഷ്ട്രീയ പാർട്ടികളായാലും മതമായാലും മന്ത്രിമാരായാലും ആരായാലും പൊതുജനങ്ങളെ ഉപദ്രവിച്ചുകൊണ്ട് നിയമവിരുദ്ധമായിട്ട് നീങ്ങുന്നതിന് ആർക്കും അവകാശമില്ല. അപ്പൊ ഇതിനെയെല്ലാം രാഷ്ട്രീയമെന്നോ മതമെന്നോ അല്ലെങ്കിൽ വ്യക്തികളെന്നോ തരംതിരിക്കാതെ നിയമം എല്ലാവർക്കും ഒരേപോലെ ബാധകമാക്കുന്നതിന് ഈ രാജ്യത്ത് സംവിധാനം ഉണ്ടാക്കണം. അത് ശരിയാണ്. പക്ഷേ എപ്പോഴും മതങ്ങൾക്ക് ഒരു പ്രത്യേക പ്രിവിലേജ് ആണ്. അമ്പലത്തിൽ ഉത്സവം, പള്ളിയിൽ ഉത്സവമൊക്കെ ആണെങ്കിൽ അവിടെയെങ്കിലും പോലീസ് ഇടപെടില്ല, അവിടെയെങ്കിലും കോടതി ഇടപെടില്ല. അവർക്കൊരു പ്രത്യേക പ്രിവിലേജ് ആണ്. അതെ, പക്ഷെ എന്നാലും പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിൽ നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ ആർക്കും അവകാശമില്ലല്ലോ. എല്ലാവർക്കും ഒരുപോലെ ഭരണകൂടത്തിനും കോടതിക്കും പോലീസിനും ഒക്കെ അത് ബോധ്യപ്പെടുന്നില്ല പലപ്പോഴും. അതാണ് വിഷയം. അതുകൊണ്ടാണ് നമ്മളത് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. കാരണം ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടുള്ള പരിപാടി ആര് ചെയ്തെന്നാലും അത് ഇഷ്യൂ ബേസ്ഡ് ആയിരിക്കണം. അല്ലാതെ രാഷ്ട്രീയമെന്നോ മതമെന്നോ അല്ലെ വ്യക്തികളെന്നോ ഉള്ള വ്യത്യാസം പാടില്ല. മന്ത്രിമാര് പ്രത്യേകം ശ്രദ്ധിക്കണം. ശരി, അവർ മാതൃകയാവേണ്ടവർ തന്നെയാണ്, യാതൊരു സംശയമില്ല. അവരാണ് മാതൃകയാവേണ്ടവർ. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ജയകുമാർ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്കാരം സാറേ. നമസ്കാരമുണ്ട്. ഇന്നെങ്കിലും ഇത് എടുത്തത് നന്നായി. പറഞ്ഞോളൂ. എടുത്തപ്പോഴത്തേക്ക് തെറ്റ് കാണിച്ചത് CPM എങ്കിലും മതത്തിനിരിക്കട്ടെ ഒരു കൊട്ടെന്ന് വിചാരിച്ചല്ലേ? അങ്ങനെയല്ലല്ലോ. തെറ്റ് കാണിക്കുന്ന CPM ആയാലും ഞാൻ പറഞ്ഞത് ഇത്രയും നേരം ശ്രീ ജയകുമാർ മുൻവിധിയോടുകൂടിയാണ് എല്ലാ ദിവസവും സംസാരിക്കുന്നത്. ഞാൻ തുടക്കം മുതൽ പറഞ്ഞത് താങ്കൾ കേട്ട് കാണും. ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഇതിനെ തീരുമാനിക്കാൻ പറഞ്ഞാല് അവര് മോശക്കാരെ, ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവർ മോശക്കാര്. ഇപ്പൊ തെറ്റ് ചെയ്തത് CPM കാരനാണ്. CPM മാത്രമല്ല കേരളത്തിൽ തെറ്റായിട്ടുള്ളത്. കേരളത്തിലെ ഒട്ടുമിക്ക പാർട്ടികളും ഈ തെറ്റ് ആവർത്തിക്കുന്നവരാണ്. നിലവിൽ നടന്നത് അവരാണ് ചെയ്തത്. കുറ്റം അത്രയും മതത്തിന്. താങ്കൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന രാഷ്ട്രീയ പാർട്ടി അല്ല ഈ കൂടുതൽ തടഞ്ഞത്. കൂടുതൽ തടയുന്നത് സംശയമൊന്നുമില്ല. അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. മഴക്കാരെ എല്ലാ ദിവസവും ഇതുപോലെ ആഘോഷം നടത്തുകയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉത്സവങ്ങൾ നടക്കുന്നത് കേരളത്തിൽ ഒരു 6-7 മാസത്തോളം ഉത്സവ സീസൺ അല്ലേ? ആ സീസണിൽ കേരളത്തിലെ എത്ര വഴികളാണ് കെട്ടിയടക്കുന്നത്? നടത്തുന്നുള്ളൂ ഒരു ഭാഗത്ത്, വർഷത്തിലൊരു ഭാഗം. ഇവിടെ നെയ്യാറ്റിൻകരയിൽ നിന്ന് മുഖ്യമന്ത്രി തിരിച്ചപ്പോഴത്തേക്ക് കിള്ളിപ്പാലത്തെ ബ്ലോക്ക് ചെയ്ത് വെച്ച് അരമണിക്കൂറോളം. അവിടുന്ന് തിരിച്ചില്ല. അപ്പൊ ഇത് എല്ലാം തടയണം. എല്ലാം കൂടെ ശ്രീ ജയകുമാർ ഒരു ഭാഗം മാത്രമാണ് എപ്പോഴും പറയുന്നത്. ഞാൻ എവിടെയെങ്കിലും ഭാഗത്ത് CPM ചെയ്തത് ശരിയാണെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ചെയ്തത് ശരിയാണെന്നോ പറഞ്ഞില്ല. ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞത് അത് സ്വാഗതാർഹമാണ്, കോടതിയുടെ ഇടപെടൽ അങ്ങനെ തന്നെ വേണം. പക്ഷേ ഇതേ ആർജവം, ഇതേ ജാഗ്രത മതങ്ങളുടെ മേലും കാണണം. അവിടെ ജയകുമാറിനെ പോലെ മൗനമായിരിക്കരുത്, അവിടെ മിണ്ടാതിരിക്കരുത് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. മതങ്ങൾ അവരുടെ ഗ്രൗണ്ടിലല്ലേ കൂടുതൽ നടത്താറുള്ളത്. ചുരുക്കം ചിലതല്ലേ റോഡിൽ. താങ്കൾ തിരുവനന്തപുരത്ത് എവിടെയാണ് താങ്കളുടെ വീട്? ഞാൻ വേണമെങ്കിൽ അതിനടുത്തുള്ള ഒരു 4-5 റോഡ് കെട്ടിയടയ്ക്കുന്ന റോഡിനെ കുറിച്ച് പറഞ്ഞുതരാം. എനിക്കറിയാം. ഞാനും ഈ റോഡിലിറങ്ങി നടക്കുന്ന അതെല്ലോ, ഞങ്ങൾ നടക്കുന്ന ആളുകളാണ്. ഇപ്പൊ ഈ സംഭവിച്ചത് CPM-ന്റെ വഞ്ചിയിലുള്ള പ്രശ്നം അല്ല, അത് സംഭവിച്ചു. പക്ഷെ അതേ ജാഗ്രത തന്നെ മതങ്ങളുടെ പേര് വേണ്ടേ? അതെന്താണ് താങ്കൾക്ക് ഇത്ര മടി പറയാൻ? മതത്തിനെ പറയുമ്പോ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെന്താണ് പറയാത്തത്? താങ്കൾ എത്ര പ്രാവശ്യം ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഈ തിരുവനന്തപുരത്ത് മതങ്ങൾ കെട്ടിയടച്ചതിന്റെ പേരിൽ? ഏത് മന്ത്രിമാരായാലും അവരുടെ സഞ്ചാരം കുറച്ച് ഇതിലെ അപകടം പിടിച്ച സഞ്ചാരം. ശ്രീ ജയകുമാർ, ഇപ്പോഴും താങ്കൾ മതങ്ങളുടെ കാര്യം പറയാൻ താങ്കൾക്ക് ഭയമുണ്ട്. എന്നിട്ട് അത് എന്റെ മേലെ കയറിയിട്ട് കാര്യമുണ്ടോ? അതിന് ഞാൻ ആരെ മേലെ കയറിയില്ല. താങ്കൾ ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാല് അവരെ ഒന്നും പറയാൻ സമ്മതിക്കാതെ താങ്കൾക്ക് എന്തായാലും ഇത്രയും സമയം കിട്ടി, എല്ലാ ദിവസവും കിട്ടാറുണ്ട്. താങ്കൾ ഏകപക്ഷീയമായിട്ടാണ് അഭിപ്രായം പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇടപെടേണ്ടി വരും. എന്ത് ഏകപക്ഷീയം? ഞാൻ പറഞ്ഞ മൊത്തത്തിൽ ഈ തടസ്സങ്ങൾ മാറണം. ആദ്യം മന്ത്രിമാരെ താങ്കൾ ഇപ്പോഴും ഇതുവരെ പറഞ്ഞതിൽ ഒരിക്കൽ പോലും മതങ്ങളുടെ ഭാരത്ത് നടപടി വേണമെന്നൊരു ആവശ്യം പോലും പറയാൻ തയ്യാറില്ല. എടുക്കല്ലേ, കോടതി എടുക്കല്ലേ? ഇപ്പോഴും താങ്കളുടെ എടുക്കുന്നില്ല, രാഷ്ട്രീയക്കാർക്ക് നേരെ എടുക്കുന്നുള്ളൂ. ആനേരെ എഴുന്നള്ളിപ്പോ ഇപ്പോഴും കാണിച്ചോണ്ടിരിക്കല്ലേ? ഇതുമായി ബന്ധപ്പെട്ട വിഷയമല്ലല്ലോ. ശബരിമല വിഷയം കോടതി ഇപ്പൊ കാണിക്കല്ലേ? ആനയുടെ കാണിച്ചോണ്ടിരിക്കല്ലേ? അതൊന്നും പൊതുജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളല്ലല്ലോ ഈ പറയുന്നതൊന്നും. ശരി, ഓക്കെ. എന്തായാലും താങ്കൾക്ക് അഭിപ്രായം അങ്ങനെ. നമുക്ക് മറ്റൊരു പ്രഷറുണ്ട്. കൊല്ലത്തു നിന്നും ശ്രീരാജനാണ്. ശ്രീരാജൻ, ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ നേരെ കോടതിക്കൊക്കെ വലിയ ജാഗ്രതയാണ്, നല്ല കാര്യം, അതിനെ നമ്മൾ സ്വീകരിക്കുന്നു, അംഗീകരിക്കുന്നു. പക്ഷേ മതങ്ങളുടെ കാര്യത്തിലും ചെറിയ ജാഗ്രതയൊക്കെ വേണ്ടേ? സാറേ, എനിക്ക് പറയാനുള്ളത് ഈ ഒരു 2026 ഇലക്ഷൻ നടക്കുമ്പോൾ ഞങ്ങളുടെ UDF ഭരണത്തിൽ വരും. എന്തൊരു നല്ല ഭരണമായിരിക്കും വരാൻ പോകുന്നതെന്ന് സാറ് കണ്ടോ? നല്ല ഉഗ്രം ഭരണമായിരിക്കും. സിവിൽ സപ്ലൈസിലൊക്കെ സാധനങ്ങൾ കൊണ്ട് നിറയും. പിന്നെ അതുപോലെ തന്നെ റോഡിലൊന്നും ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. വണ്ടി ഇടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം ഒന്നും ഉണ്ടാകത്തില്ല. ഞങ്ങളുടെ
അല്ല, കോൺഗ്രസും പിന്നെ മുസ്ലിം ലീഗും കൂടെ നല്ല ഭരണമായിരിക്കും വരാൻ പോകുന്നത്. ശരി ഇങ്ങനെ റോഡിൽ നിന്ന് ഒരു ശരി പ്രശ്നം രാജൻ, ഈ കാണത്തില്ല. വിഷയത്തിലായിരുന്നു അഭിപ്രായമെങ്കിൽ നമുക്ക് വളരെ തുടരാൻ സമത്വസുന്ദരമായ അനുവദിക്കാമായിരുന്നു. മറ്റൊരു പ്രശ്നത്തിലേക്ക് ഈ വിഷയത്തിലായിരുന്നു അഭിപ്രായമെങ്കിൽ നമുക്ക് തുടരാൻ അനുവദിക്കാമായിരുന്നു. മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. വളരെ നല്ല ഭരണമായിരിക്കും വരാൻ പോകുന്നത്. മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. സുരേന്ദ്രനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ സുരേന്ദ്രൻ, താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? നമസ്കാരം സാറേ. സാറ് നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ പറയാൻ എനിക്കൊരു മടിയില്ല. ഞാൻ തൃശ്ശൂർക്കാരനാണ്. തൃശ്ശൂര് പൂരം എന്നൊരു സംഗതി നടക്കുന്നുണ്ട്. 3 പന്തല്, നടുവിലാല്, മണികണ്ഠനാല്, നായ്ക്കനാല്, ഈ 3 സ്ഥലങ്ങളിലും പന്തലിട്ട് വാഹനങ്ങൾക്ക് പോകാൻ പറ്റാത്ത വിധം അത്രമാത്രം ബ്ലോക്ക് ഉണ്ടാകുന്നുണ്ട്. അവിടെ സ്ഥലമില്ലാതല്ല, ഈ ചർച്ചകൾ ഇതിന് മുന്നുണ്ടായിട്ടുള്ളതാണ്. പക്ഷെ ഈ ദേവസ്വം ബോർഡിന്റെ ഈ ഇത്രയും അഹങ്കാരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അവർക്ക് ആ പന്തല് പൂരപ്പറമ്പിലേക്ക് കയറ്റിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനു പകരം അവർ ചെയ്യുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ടാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇപ്രാവശ്യം പൂരം കലക്കണേന് ഒരു ഇത് പറഞ്ഞിരുന്നത് ചെറുപൂരങ്ങള് കടക്കാൻ സമ്മതിച്ചില്ല എന്ന്. അപ്പൊ ആ സമയത്ത് ജനങ്ങൾക്ക് വലിയ വാഹനങ്ങൾ കടത്തിവിട്ടു എന്നുള്ളതാണ് പ്രശ്നം. അതിന് ആരും ഉത്തരവാദി? ഈ പന്തല് കുറച്ച് ഉള്ളിലേക്ക് കയറ്റിയിട്ടിരുന്നില്ലെങ്കിൽ ഈ തൃശ്ശൂർ പൂരത്തിനോടനുബന്ധിച്ച് ആഴ്ചകൾക്ക് മുന്നേ ഈ വാഹന തടസ്സങ്ങളൊക്കെ ഒഴിവാക്കാമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ ഇത് ചെയ്യുന്നത് തെറ്റാണ്. ഈ തൃശ്ശൂര് നടക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ തൃശ്ശൂർക്കാരെ എത്ര പേര് വിളിച്ചു? ഈ കാര്യം സൂചിപ്പിക്കാൻ ആൾക്കാർക്ക് ഭയങ്കര പേടി. എന്തിനാ പേടിക്കുന്നത്? നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം. ഇതിന് മുന്നേ കുറെ ആൾക്കാർ പറഞ്ഞതാണ്. അപ്പൊ ഈ വിഷയം എന്താ വെച്ചാൽ ഭയങ്കര ഇതിപ്പോ ആൾക്കാർ ഇനി ആകെ പ്രശ്നമാക്കി ഇതൊക്കെ ചെയ്യുമെന്നുള്ളതാണ്. ഇത് കയറ്റിടാൻ സ്ഥലമുണ്ട്. അതായത് ഈ പന്തലുകള് ഗ്രൗണ്ടിലേക്ക് കയറ്റിയിട്ടുള്ള സ്ഥലമുണ്ട്. ആ സ്ഥലം ഉണ്ടായിട്ട് പോലും അവര് ധിക്കാരപരമായിട്ടാണ് ഈ പന്തല് അവിടെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്, വളരെ കൃത്യമായിട്ടുള്ള അഭിപ്രായമാണ് താങ്കൾ പറഞ്ഞത്. ആർജവത്തോടുകൂടി ഇങ്ങനെ അഭിപ്രായം പറയുക തന്നെയാണ് വേണ്ടത്. ഏത് മതമായാലും മതങ്ങൾ തെറ്റ് ചെയ്താലും അത് തെറ്റാണെന്ന് പറയുക തന്നെ വേണം. അനിയൻകുട്ടനാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ അനിയൻകുട്ടൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? സാറേ നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ഇത് വല്ലാത്തൊരു ദ്രോഹം തന്നെയായത്. ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് ആ റോഡ് തന്നെ കണ്ടില്ല സാറേ. ഒത്തിരി നേരമൊന്നും പറയണ്ട, ശകലം സമയം തന്നാൽ മതി. പറഞ്ഞോളൂ. സാറേ, ഈ വഴി തടഞ്ഞ ഉള്ള ഇപ്പോൾ പാർട്ടിയുടെ പരിപാടി നടന്നു. അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ അത് വലിയൊരു വിഷയമാണ്. കോടതി ഇടപെട്ടു. അത് ഇതുപോലെ തന്നെയുള്ള ദുരിതങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ സർക്കാർ തന്നെ ഇതിനൊക്കെ ഒരു നിയന്ത്രണം കൊടുക്കണ്ടേ? അവരുടെ പാർട്ടി ഭരിക്കുമ്പോൾ അതിനൊരു നിയന്ത്രണമൊക്കെ കൊടുത്തു വേണ്ടേ ഇതൊക്കെ മുന്നോട്ട് പോകാൻ? ഇവർ ഭരിക്കുകയും ചീത്തവിളിയും കേൾക്കണം, പള്ളും കേൾക്കണം. എന്തിനാ പിന്നെ ഇങ്ങനെ ഭരിക്കുന്നത്? ഇങ്ങനെ ഭരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ആ റോഡ് അടച്ച് നമ്മൾ രാവിലെ പോലെ കാണുന്നതല്ലേ ഇത്? ആ റോഡ് മൊത്തം അടച്ച് വലിയ പ്ലസും കൊണ്ടുവച്ച് എമ്പാടി വീതിയിലും പൊക്കത്തിലും 100 അടി പൊക്കത്തിലൊക്കെ ഒരു സ്റ്റേജും കെട്ടി പോന്നു. ഇപ്പം നിങ്ങൾ പിന്നെ പറഞ്ഞു മതം. നമ്മുടെ ഇന്ത്യ രാഷ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതരാഷ്ട്രമാണ്. ശരി, മറ്റൊരു പ്രശ്നത്തിലേക്ക് ശ്രീ സിന്ധുരാജനാണ്. ശ്രീ സിന്ധുരാജൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തിൽ അഭിപ്രായം പറയുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. നമ്മളെ 1 മണിക്കൂർ പ്രോഗ്രാം നീട്ടിയതിന് അഭിനന്ദനങ്ങൾ. പക്ഷെ എന്നിട്ട് എനിക്ക് കിട്ടുന്നില്ല. എന്ത് ചെയ്യാ, ഒരുപാട് ആളുകൾ വിളിക്കുന്നത് കൊണ്ടാണ് കിട്ടാത്തത്. ആളുകൾക്ക് സാധാരണഗതിയിൽ മറ്റ് ഇടത്ത് മാധ്യമങ്ങളിൽ ഇല്ലാത്തതുപോലെ നമ്മൾ ഒരു പൊതുജനങ്ങൾക്ക് സംസാരിക്കാനൊരു അവസരം വരുന്നു. സ്വാഭാവികമായും ഇങ്ങനെ വികാരം കൊണ്ട് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ കടുത്ത രീതിയിൽ പറയും. പക്ഷെ അതൊക്കെ ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഞങ്ങൾ എടുക്കുന്നതും. താങ്കൾക്ക് പറയാം. സാറേ, ഇന്നലത്തെ ഈ പരിപാടി തിരുവനന്തപുരത്ത് ഞാൻ നേരിൽ കണ്ടതാ. ഒരു 7:30 മണിക്ക് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് കിഴക്കേ നട മുതൽ പടിഞ്ഞാറ് അവിടെ കയറ്റും. നമുക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. 3 ട്രാഫിക് സിഗ്നലുള്ള സ്ഥലം. ഈ ട്രാഫിക് സിഗ്നൽ കത്തുന്നതിന് മുമ്പ് കടന്നു പോകാൻ വേണ്ടിയാണ് ബസ് ഡ്രൈവർമാർ, ഞാൻ ബസ് യാത്ര ചെയ്യുന്ന ആളാണ്, ശ്രമിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഫ്ലാറ്റ് വാർഡിൽ കയറാൻ പറ്റില്ല. അവിടെ കൊടി കൊണ്ട് നിറച്ച് ഈ ബാനറും കെട്ടി ഒരു സ്റ്റേജ് വെച്ച് നിൽക്കുക. ഇത് നിയമം തെറ്റിക്കുന്നത് തന്നെ ഈ പേരിൽ തന്നെ അവരുടെ ഫ്രണ്ടിലുണ്ട് സാർ, അഡ്വക്കേറ്റ് എന്ന്. ഇതിനെന്താ ചെയ്യാൻ പറ്റുന്ന? ശരി, എന്തായാലും അവരുടെ പേരിന് മുമ്പ് തന്നെ യൂട്യൂബിൽ കൂടി ചില പ്രേക്ഷകർ അഭിപ്രായ പ്രകടനം നടത്തുന്നത്. രഘുനന്ദനൻ, പൊതുഗതാഗതം തടസ്സപ്പെടുത്തുന്ന ആർക്കെതിരെയും കർശന നടപടി ഉണ്ടാവണം. അതിനുള്ള ഇച്ഛാശക്തി ഇവിടെയുള്ള സർക്കാരിനും കോടതിക്കും ഇല്ല എന്നുള്ളത് സത്യമാണ് എന്നുള്ളത് രഘുനന്ദനൻ തിരുമുല്ലാവാരമാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന് ജയകുമാർ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ, എന്ത് തോന്നിയവസവും കാണിക്കുന്ന പാർട്ടിയാണ് CPM. ഗോവിന്ദനെയും പിണറായിയും ജയരാജനെ അറിയാൻ വയ്യാത്തവരാണ് പിണറായിയുടെ പോലീസ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വ്യക്തമാകുന്നതാണ്.
ഈ കിരണിന് എന്താണ് കുഴപ്പം? പള്ളിയെയും അമ്പലത്തെയും വലിച്ചു കൊണ്ടുവരാനുള്ള സതുദ്ദേശമെന്ന് ശിവകുമാർ എന്നൊരാൾ പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പവുമില്ല. അമ്പലവും പള്ളിയുടെയൊക്കെ കാര്യം വരുമ്പോൾ ചിലർ മൗനം പാലിക്കുന്നുണ്ട്. അത് പോലീസായാലും ഭരണകൂടമായാലും മൗനം പാലിക്കുന്നുണ്ട്. ഒരു പരിധിവരെയൊക്കെ മാധ്യമങ്ങളും മൗനം പാലിക്കുന്നുണ്ട്. അത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് പൊതുവേദി ഇങ്ങനെ ഒരു വിഷയം എടുത്തത്. അമ്പലങ്ങൾക്കും പള്ളികൾക്കുമൊക്കെ ഒരേ നീതി തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളോട് നടപ്പാക്കേണ്ടത്. അതേ നീതി തന്നെയാണ് നടപ്പാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഞങ്ങൾ എടുത്തത്. ശ്രീ മജീദാണ് പാലക്കാട് നിന്നും ചേരുന്നത്. ശ്രീ മജീദ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? പലപ്പോഴും ആരാധനാലയങ്ങളെ കാണുമ്പോൾ ഈ കോടതിക്കായാലും ഭരണകൂടത്തിനായാലും ഒക്കെ കവാത്ത് മറക്കുന്ന ഒരു അവസ്ഥയുണ്ടോ? അല്ല സാറേ, ഇത് ഈ രാഷ്ട്രീയക്കാർക്ക് ഇപ്പോൾ ഈ ഭരിക്കുന്ന ആൾക്കാർ തന്നെ റോഡ് കുറുകെ കെട്ടി പന്തൽ കെട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അടുത്ത ഒരാൾക്ക് ഒരു കല്യാണം ആണ് നടക്കുന്നതെങ്കിൽ പിന്നെ മറ്റേ മണ്ഡപത്തിന് സൗകര്യമില്ലെങ്കിൽ റോഡിൽ ഇതുപോലെ ഒരു പന്തൽ കെട്ടിയ പോലീസുകാർ നോക്കി നിൽക്കുമോ? അതോ ശരി, താങ്കളെ മ്യൂട്ട് ചെയ്യാത്തതുകൊണ്ടാണ് താങ്കൾക്ക് കൃത്യമായി പറയാൻ കഴിയാത്തത്. ഒരേ രീതിയിൽ കാണാൻ കഴിയില്ലെങ്കിലും താങ്കളുടെ ചോദ്യം പ്രസക്തമാണ്. ഏതെങ്കിലും ഒരാൾക്ക് സ്ഥലമില്ലാതായിക്കൊണ്ട് റോഡിൽ പന്തൽ കെട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതും. ശ്രീ അജയ് കുമാറാണ് പാലക്കാട് നിന്നും. ശ്രീ അജയ് കുമാർ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? കിരൺ, പാലക്കാടല്ല, ചങ്ങനാശ്ശേരിയാണ്. ചങ്ങനാശ്ശേരി. ഞാൻ ഓർക്കാതെ പാലക്കാട് കുഴപ്പമില്ല. അജയ് കുമാർ സ്ഥിരമായി വിളിക്കുന്ന പ്രേക്ഷകൻ കൂടിയാണ്. സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്ന ആരായാലും നമുക്കത് സഹിക്കാൻ പറ്റത്തില്ല. നമ്മൾ അതിനെതിരെ തന്നെ നിലനിൽക്കണം. പക്ഷേ നമ്മൾ ഈ ചർച്ച മുമ്പോട്ട് വെക്കുന്നത് ഇന്ത്യയിലായി പോകുമ്പോഴാണ് ഈ ചർച്ച എത്ര കണ്ട് ഫലവത്താകുമെന്ന് നമുക്ക് തോന്നുന്നത്. കാരണം ഇത് ചൈനയിലോ കൊറിയയിലോ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ സംഭവിക്കുമായിരിക്കാം. കാരണം നമ്മുടെ രാജ്യം മതമില്ലാത്ത മതവിശ്വാസമില്ലാത്ത എത്ര ശതമാനം ആൾക്കാർ ഈ ഭാരതത്തിലുണ്ട്? ഒരു 1-2% കാണും. അപ്പൊ എല്ലാ മതങ്ങൾക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നൂറ്റാണ്ടുകൾ തൊട്ട് ആഘോഷിച്ചു വരുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ ഒരു 3 ഉദാഹരണം പറയാൻ അനുവദിക്കാം. ഇപ്പൊ തിരുവനന്തപുരത്ത് ഏറ്റവും പ്രമുഖമായിട്ടുള്ള ആറാട്ട് നിരോധിക്കാൻ പറ്റുമോ? 1. 2, എന്റെ നാട്ടിൽ, ഞാൻ ചങ്ങനാശ്ശേരിയിൽ അല്ലെങ്കിലും എന്റെ നാട് നൂർനാടാണ്. അവിടെ അടുത്താണ് ഈ എന്താണ് പറയുക കുംഭഭരണി നടക്കുന്ന ചെട്ടുകുളങ്ങര ക്ഷേത്രം. ആ ഓണാട്ടുകരയുടെ ഉത്സവമാണ്. അത് നിരോധിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ നൂർനാട് പടനിലം, ഓച്ചിറ പടനിലം, ഇവിടെയൊക്കെ സമയക്കുറവുകൊണ്ടാണ് ഇടപെടുന്നത്. അറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു ആഘോഷം നിരോധിക്കണമെന്നോ ഏതെങ്കിലും ആഘോഷം നടത്തരുതെന്നോ പറയുന്നില്ല. എല്ലാ ആഘോഷങ്ങളും നടക്കേണ്ടത് നാട്ടുകാർ തീരുമാനിച്ച് നടത്തണമെങ്കിൽ നടപ്പാക്കുക തന്നെ വേണം. അതിനാരും എതിരല്ല. പക്ഷേ അങ്ങനെ നടത്തുമ്പോൾ അത് മറ്റുള്ള ജനങ്ങൾ കൂടി ബുദ്ധിമുട്ടാവാത്ത രീതിയിലേക്ക്, ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നേരത്തെ തന്നെ പല ആവർത്തി പറഞ്ഞു. ഒരു ജാഥ കടന്നു പോകുമ്പോഴോ അല്ലെങ്കിൽ അമ്പലത്തിലെ പള്ളിയിലെ ഘോഷയാത്ര നടന്നു പോകുമ്പോഴോ വഴിയിൽ വണ്ടി ഒതുക്കേണ്ടി വരുന്നത് അതൊക്കെ അംഗീകരിക്കുന്നവർ തന്നെയാണ് മലയാളികൾ. പക്ഷേ അവരുടെ പൊതുവഴി അടച്ചു കെട്ടിക്കൊണ്ട് ഇവിടെ ഒരാഴ്ചകളോളം ഇതുവഴി സഞ്ചരിക്കാൻ കഴിയില്ല, ഇത് ഞങ്ങൾ കയ്യേറുകയാണ് എന്ന മട്ടിൽ രാഷ്ട്രീയക്കാർ ചെയ്താലും അതേ മട്ടിൽ തന്നെ കേരളത്തിലെ ഏത് ആരാധനാലയത്തിൻ്റെ ഭാഗമായി ചെയ്താലും അവിടെയും ഈ രാഷ്ട്രീയക്കാരോട് എടുക്കുന്ന വടി തന്നെ അവിടെയും എടുക്കണം. അവിടെയും ജാഗ്രത പാലിക്കാനും അവരെയും വിമർശിക്കാനും നടപടിയെടുക്കാനും തയ്യാറാവുന്ന ഒരു കാലമാണ് വേണ്ടത്. അതാണ് ശരി. അതിനോട് അനുകൂലിച്ച പ്രേക്ഷകരും ഉണ്ടായിരുന്നു. പക്ഷേ ചില പ്രേക്ഷകരെങ്കിലും അങ്ങനെയല്ല, ഇതിനെ മതത്തിൻ്റെ എന്തിനാണ് മതം ചെയ്യുന്നതൊന്നും അങ്ങനെ തെറ്റൊന്നുമില്ല എന്ന മട്ടിൽ വല്ലാതെ ന്യായീകരിച്ചവരുമൊക്കെ ഉണ്ട്. സ്വാഭാവികമാണ്, ഓരോരുത്തർക്കും അവരവരുടേതായ അഭിപ്രായങ്ങൾ പറയുവാനുള്ള വേദിയാണ് പൊതുവേദി. ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, ചിലരെങ്കിലും അപൂർവം ചിലരെങ്കിലും മോശപ്പെട്ട രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കുകയും സംഭാഷണമൊക്കെ ചെയ്യുന്നത് ദയവ് ചെയ്ത് ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥനയോടുകൂടി ഇന്നത്തെ പൊതുവേദി പൂർണ്ണമാവുകയാണ്. നാളെയും ഇതേ സമയം മറ്റു വിഷയവുമായി ന്യൂസ് 18 പൊതുവേദി.